ഒരു മനുഷ്യന്റെ നന്മയ്ക്ക്, വിജയത്തിന് തടസ്സം എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെ ഓർമ്മയുണ്ടോ? എന്റെ പുറകിലിരിക്കുന്നതുകൊണ്ട് അവരെന്ത് കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ നോക്കും ഇടയ്ക്കൊക്കെ കേട്ടോ, പേരൊക്കെ വിളിക്കും. അത് ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു അസൈൻമെന്റ് തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? എന്താന്ന് ഓർമ്മയുണ്ടോ? സ്തോത്രത്തെ കുറിച്ചോ? ഗോത്രങ്ങൾ. ദൈവമേ, സ്തോത്രം. എത്ര ഗോത്രമുണ്ട്? ഇവിടെ കേട്ടില്ല. 12 ഗോത്രം. ആരെങ്കിലും ഉത്തരം കണ്ടുപിടിച്ചോ? എത്ര പേര് നോക്കി ബൈബിളിൽ പോയിട്ട്? എത്ര പേര് നോക്കി? 1, 2, പകുതി. ശനിങ്ങനെ പകുതിയിൽ നിൽക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആരെയും നോക്കിയോ? അന്ന, സന്തോഷം. 2, 3, 4 പേര് നോക്കി. വളരെ സന്തോഷം. 2, 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നവന്റെ മധ്യേ ഞാനുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ 12 ഗോത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയി നോക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയിട്ടില്ല എങ്കിൽ വരുന്ന ഞായറാഴ്ച പ്രസംഗത്തിന്റെ ഇടയിൽ ഞാൻ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കും. അവിടെ ഉത്തരം വ്യക്തമായിട്ട് പറയാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുവാനുള്ള കാരണം എന്ത്? 1, എൻ്റെ സഹമനുഷ്യനെ, എൻ്റെ സ്നേഹിതനെ വില കുറിച്ച് കാണുക, അവഗണനയോടുകൂടെ കാണുക. 2, ദൈവത്തോടുകൂടെയുള്ള പ്രാർത്ഥനയില്ലായ്മ, ദൈവത്തോടുകൂടെയുള്ള ആലോചന ചോദിക്കാത്തതിന്റെ കാരണം. 3, ദൈവം എനിക്കിതൊക്കെ നൽകുമ്പോഴും, എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ നൽകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3ാമത്തെ കുറവ് പാപത്തോട് ചേർന്നുള്ള യാത്ര, പാപത്തോടുകൂടെയുള്ള രമ്യത. ഈ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ നേട്ടങ്ങളെ പലപ്പോഴും പരാജയങ്ങളാക്കി തീർക്കുവാൻ കഴിയും. ലാഭത്തെ പലപ്പോഴും നഷ്ടങ്ങളാക്കി തീർക്കുവാനായിട്ട് കഴിയും. വിജയശ്രീയിലാണ് ഇതിനായി ജീവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുക. വിജയത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് വേദഭാഗമാണ്, ഒരു ചിന്തയാണ് ഈ രാത്രിയിൽ നാം തിരഞ്ഞെടുത്തത്. എങ്ങനെ വിജയം സംഭവിക്കും, എങ്ങനെ പരാജയം സംഭവിക്കും, വിജയത്തിന്റെ തടസ്സം പരാജയം, അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു. പരാജയത്തിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, പരാജയത്തിന്റെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ പരാജയത്തിന്റെ കാരണം മനസ്സിലാക്കിയിരിക്കുന്ന ഞാൻ എങ്ങനെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം? ഇതാണ് ഈ രാത്രിയുടെ ചിന്ത. എങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരണം? ദൈവസന്നിധിയിലേക്ക് ഞാൻ എൻ്റെ പരാജയത്തെ ഒന്ന് ശോധന ചെയ്ത് മടങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതം ദൈവം സ്വീകരിക്കുമോ? സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്നെ ഏത് വിധത്തിൽ സ്നേഹിക്കുന്നുണ്ട്? ഇതാണ് ഈ രാത്രിയിൽ അല്പസമയം നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഒരിക്കൽ ഒരു കടൽ തീരത്ത് ഒരമ്മയും അമ്മയ്ക്കൊരു മകനും മാത്രം ഉള്ള ഒരു കുടുംബം, ഒരു ഭവനം, ഒരു ചെറിയ കുടില്, ഓല ചാരി വെച്ച് മറച്ചു ഓലപ്പുരയിട്ടതായ ഒരു ചെറിയ ഭവനം. അമ്മയും മകനും മാത്രം, വേറെ ആരും സഹായത്തിനില്ല, വേറെ ആരും കൂടെ ഇല്ലാത്തതായ ഒരു ചെറിയ സന്തോഷം മാത്രം തിറങ്ങി നിൽക്കുന്ന ഭവനം. മകൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്, അമ്മ മകനെ അധികമായി സ്നേഹിക്കുന്നുണ്ട്. അമ്മയെ ഒരിക്കലും പട്ടിണിക്കിടരുത് എന്ന ചിന്തയോടുകൂടെ അമ്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനായി ഈ മകൻ പഠനം നിറച്ച് കടലിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുവാനായിട്ട് കടന്നുപോയി. ഓരോ ദിവസവും പ്രഭാതത്തിൽ അമ്മയോടുകൂടെ പറയും, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ആ വള്ളത്തിൽ കയറി മീൻ പിടിക്കുവാൻ പോകും സുഹൃത്തുക്കളോടൊപ്പം. മീൻ പിടിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി അമ്മ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ മകൻ ഭവനത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, സന്തോഷം നിറങ്ങി നിൽക്കേണ്ട അമ്മ മാത്രം, മകന് അമ്മയും അമ്മയ്ക്ക് മകനും മാത്രമുള്ള ആ ഒരു ചെറിയ സ്നേഹത്തിന്റെ ഭവനം. ഒരിക്കൽ ഈ മകൻ സുഹൃത്തുക്കളുമായി മീൻ പിടിക്കുവാനായി കടലിലേക്ക് പോയി. അമ്മ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നുണ്ട്. കടലിന്റെ ലക്ഷണങ്ങളൊക്കെ തെറ്റിമറിഞ്ഞു കഴിഞ്ഞു. കാറ്റടിക്കുന്നുണ്ട്, തിരമാലയടിക്കുന്നുണ്ട്, മഴയ്ക്ക് വേണ്ടിയുള്ള കാർമേഘം മൂടിക്കിടക്കുന്നുണ്ട്. വല്ലാത്ത ഒരു കാലാവസ്ഥയാണ് അമ്മയ്ക്ക് കാണുവാൻ കഴിയുന്നത്. മകൻ പതിവ് പോലെ വരാനുള്ളതായ സമയം കഴിഞ്ഞു. പതിവ് പോലെ എത്തിച്ചേരേണ്ടതായ സമയത്തും മകൻ എത്തിച്ചേർന്നില്ല. അമ്മയ്ക്ക് വളരെയധികം സങ്കടമുണ്ടായി. അമ്മ പറയുവാനായിട്ട് തുടങ്ങി, എൻ്റെ മകൻ, ദൈവമേ എൻ്റെ മകനെ തിരിച്ചു വരുത്തേണമേ.
ഒരു ദിവസം കഴിഞ്ഞു, ഒരു രാത്രി കഴിഞ്ഞു പോയി, മറ്റൊരു പ്രഭാതം. കടലടങ്ങുന്നില്ല, കാറ്റടങ്ങുന്നില്ല, തിരമാലകൾ അടങ്ങുന്നില്ല. അപ്പോഴും അമ്മയ്ക്ക് മകനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. അമ്മ ഭവനത്തിലേക്ക് തന്റെ മകനെ സ്വീകരിക്കുവാനായിട്ട് നിൽക്കുമ്പോഴും മകൻ ഭവനത്തിലേക്ക് വരുന്നില്ല. അമ്മ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി, എന്റെ മകനില്ലാത്തതായ ഭവനത്തെ എനിക്ക് വസിക്കുവാനായിട്ട് സാധ്യമല്ല. എന്റെ മകനില്ലാത്ത കുടുംബത്തെ എനിക്ക് വസിപ്പാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. എന്റെ മകനില്ലാത്തതായ ആ ഒരു ഭവനം എനിക്ക് ആവശ്യമില്ല. എന്റെ മകൻ മടങ്ങി വന്നില്ല എങ്കിൽ ഞാൻ എന്റെ കുടിലേക്ക് തീ വെച്ചിട്ട് കടലിൽ പോയി മകനോടൊപ്പം ഞാൻ മരണപ്പെടും, ആത്മഹത്യ ചെയ്യും എന്ന് ഒരു തീരുമാനമെടുത്ത് ആ പകലും അമ്മ മകനെ കാത്തിരിക്കുക. സന്ധ്യയായി, മകനെ കണ്ടില്ല. വളരെ വലിയ വിഷമം. അമ്മയ്ക്ക് സഹായമായി കൂടെ നിന്ന മകൻ, മകന് സഹായമായി കൂടെ നിന്ന അമ്മ, രണ്ടുപേരും രണ്ട് ദിക്കിൽ നിൽക്കുകയാണ്. മകന് മടങ്ങി വരുവാനായിട്ട് കഴിയുന്നില്ല. എവിടെ പോയി, എന്ത് സംഭവിച്ചു എന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ കണ്ണുനീരോടുകൂടെ ആ കുടിലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വീണ്ടും പറയുക, ഞാൻ എന്റെ കുടിലെ തീൽ വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണ്. രാത്രിയായി, പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. അമ്മ കുടിലിനെ തീ വെച്ചു. ഇതേ സമയം കടലിന്റെ ഏതോ ഭാഗത്ത് തന്റെ വള്ളം തകർന്ന് കരയ്ക്ക് വേണ്ടി ആഞ്ഞ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിക്ക് വേണ്ടി കൈയും കാലും വിട്ട് അടിച്ച് നീന്തുന്നതായ ഒരു മകൻ. ആ മകൻ നോക്കുകയാണ്. കടലിന്റെ ആഴത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ ഒരു തീപ്പന്ത് കാണുവാനായിട്ട് മകന് കഴിഞ്ഞു. മകൻ നോച്ച് ശ്രദ്ധിച്ച് മനസ്സിൽ ചിന്തിച്ച് അങ്ങകലെ തീപ്പന്ത് കാണുന്നുണ്ട്, അവിടെ കരയുണ്ട് എന്ന് മകന് മനസ്സിലായി. ആ കര നോക്കി മകൻ യാത്ര ചെയ്തു. മകൻ നീന്തി വരുവാനായിട്ട് തുടങ്ങി. ഇതേ സമയം അമ്മ കടലിന്റെ വാക്കൽ മരിക്കുവാനായി, കടലിലേക്ക് ചാടുവാനായി കാത്തിരിക്കുക. മണിക്കൂറുകൾ കഴിഞ്ഞു. തീ ഉണ്ടായ ഭാഗം ശ്രദ്ധയോടുകൂടെ നോക്കിക്കണ്ട മകൻ ശ്രദ്ധയോടുകൂടെ തീയുടെ ഭാഗത്തേക്ക്, തീ കണ്ട ഭാഗത്തേക്ക്, പ്രകാശം കണ്ട ഭാഗത്തേക്ക് നീന്തി വരുവാനായിട്ട് തുടങ്ങി. നീന്തി കരയ്ക്കടുത്ത് അമ്മ തൊട്ടകലെ മരിക്കുവാനിരിക്കുന്നു. തൊട്ടടുത്ത് മകൻ ഇതാ കാത്തുവന്ന് താൻ പ്രതീക്ഷിച്ച മകൻ ഈ പ്രകാശം കണ്ട് കടന്നു വന്നിരിക്കുന്നു. നോക്കുമ്പോൾ തന്റെ കുടൽ കത്തിക്കൊണ്ടിരിക്കുക. അമ്മയെ നോക്കുകയാണ്. അമ്മ കടലിന്റെ ആ തിരയോടൊപ്പം ചേർന്ന് മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഈ മകനൊന്ന് നിലവിളിച്ചു, അമ്മേ അമ്മേ. അമ്മ തന്റെ മകന്റെ ശബ്ദം കേട്ട് പിന്നിലേക്ക് നോക്കിയപ്പോൾ അമ്മയെ എന്ന് നിലവിളിച്ചു കൊണ്ടുവരുന്നതായ ഏക മകനെ അമ്മയ്ക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അമ്മ തന്റെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങി തന്റെ മകന്റെ അടുക്കലേക്ക് വന്ന് മകനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടുകൂടെ അവർ തന്റെ സ്നേഹം പങ്കിടുകയും ചെയ്തു. പ്രിയമുള്ളവനെ, ഇതൊരു കഥയാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എങ്കിലും തന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നവനെ ഒരിക്കലും കൈവിടാത്തവനല്ല നമ്മുടെ ദൈവം. സന്തോഷത്തോടുകൂടെയുള്ള ജീവിതം നൽകുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് ഈ വചനത്തിൽ കൂടെ നാം ശ്രദ്ധിക്കുവാൻ പോകുകയാണ്. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗം വായിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം ഉപമകളുടെ അധ്യായമാണ്, സംഭവങ്ങളുടെ അധ്യായമാണ്. കാത്തിരിപ്പിൽ കൂടെ നേട്ടങ്ങൾ ലഭ്യമാകുന്ന അധ്യായമാണ്. അവിടെ പറയപ്പെടുന്ന മൂന്നാമത്തെ ഒരു സംഭവമാണ്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അത് ഇളയ മകൻ വന്ന് പറയുകയാണ്, അപ്പ നിനക്കുള്ളതിൽ പങ്ക് എനിക്ക് തരണം, എനിക്ക് ലഭിക്കേണ്ട അവകാശം എനിക്ക് തരണമേ. മകൻ നേരത്തെ ചോദിക്കുകയാണ്. അപ്പൻ കൊടുക്കുന്നതിന് അപ്പനോടുകൂടെ മുൻകൂട്ടി ചോദിക്കുകയാണ്, എനിക്ക് തരേണ്ട അവകാശം, എനിക്ക് വരേണ്ട അവകാശം, നിന്റെ വസ്തുവകകളിലും സമ്പത്തിലും ആടുമാടുകളിലും മൃഗസമ്പത്തുകളിലും പുരുഷ സമ്പത്തുകളിലും സൈന്യ സമ്പത്തുകളിലും എനിക്ക് വരേണ്ടതായ അവകാശം എനിക്ക് പകർന്നു തരണമേ. അപ്പന്റെ ഹൃദയം വേദനിച്ചിട്ടുണ്ട് എങ്കിലും അപ്പൻ വളരെ അധികം ക്ഷമയോടുകൂടെ മകൻ ചോദിച്ചതുപോലെ മകന് ഷെയർ പങ്കിട്ട് കൊടുക്കുകയാണ്. മൂത്ത മകനൊരു ഭാഗം, ഇളയ മകന് മറ്റൊരു ഭാഗം. ഇളയ മകൻ വാങ്ങി അതുമായി പരദേശിയായി കടന്നുപോയി ഒന്നുമില്ലാത്തവനായി വർഷങ്ങൾ കഴിയുമ്പോൾ മടങ്ങി വരുന്നു. മൂത്ത മകൻ അതേ ഭവനത്തിൽ തന്നെ വാസം ചെയ്യുന്നു. ഇതാണ് ഇവിടെ നാം വായിച്ചു കേട്ട സംഭവം. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുക്കിലേക്ക് എങ്ങനെ നമുക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിൽ നഷ്ടമാകുന്നതുണ്ട് സന്തോഷം, സമാധാനം, ദൈവത്തോടുകൂടെയുള്ള കൂട്ടായ്മ.
ഏതേൻ തോട്ടത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഏതേൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ച് ഏതേൻ തോട്ടത്തിന്റെ നടുവിൽ കൊണ്ടാക്കി അവരോടുകൂടെ പറയുകയാണ്, തോട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ജീവിക്കാം, തോട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ഭക്ഷിക്കാം, തോട്ടത്തിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ജീവിതത്തെ വേണേലും ക്രമപ്പെടുത്താം. വളരെയധികം സന്തോഷമുള്ള ഒരു സാഹചര്യമാണ് ഏതേൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്തത്. എന്നാൽ ദൈവത്തോടുകൂടെ ചേർന്ന് നടന്ന് ദൈവവുമായി സമ്പാദിച്ച് ദൈവത്തോടുകൂടെ സംസാരിച്ച് ദൈവത്തിൻ്റെതായ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ തോള് ചേർന്ന് നടന്നായ മനുഷ്യർ ഇവിടെ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് ദൈവത്തിൻ്റെ കൂട്ടായ്മ നഷ്ടമാകുകയാണ്. പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് ദൈവ സ്നേഹം നഷ്ടമാകുകയാണ്. പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് ദൈവത്തോടുകൂടെയുള്ള സമാധാന ഐക്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രിയമുള്ളവരെ, പാപം, ദൈവത്തോടുകൂടെയുള്ള പാപം, ദൈവത്തിന്റെ വചനത്തിനെതിരായുള്ള പാപം പലപ്പോഴും എന്റെ ജീവിതത്തെ നഷ്ടമാക്കുന്നത് എന്റെ സന്തോഷം, എന്റെ സമാധാനം. അതാണ് കഴിഞ്ഞ രാത്രി നാം കേട്ടത്. മൂന്നാമത്തെ കാര്യം, പാപത്തോടുകൂടെയുള്ള യാത്ര, പാപത്തോടുകൂടെയുള്ള രമ്യത ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടാക്കും. അങ്ങനെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് മടങ്ങി വരേണ്ടത്? നഷ്ടപ്പെട്ടു പോയ ദിനങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടുവാനായിട്ടല്ല, നഷ്ടപ്പെട്ടു പോയ ആ നഷ്ടഭാരങ്ങളെ കുറിച്ച് ഭാരം വഹിക്കുവാനായിട്ടല്ല, മറിച്ച് എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയെന്നൊരു തോന്നൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനായിട്ട് എനിക്ക് കഴിയും? ഞാൻ എങ്ങനെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്? 3 കാര്യങ്ങൾ മാത്രമേ ഈ രാത്രിയിൽ ചിന്തിക്കുന്നുള്ളൂ. ഒന്ന്, ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതുമായിരിക്കാം. സംഖ്യാപുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. മലയാളികളെ യേശു പറയുകയാണ്, ഒരു വലിയ ജനക്കൂട്ടം. മോവാബ് രാജാവിനെ അറിയിച്ചില്ലേ ജനക്കൂട്ടം ആരാണ്? മോവാബ് രാജാവിന് മനസ്സിലാകുന്നില്ലേ ജനക്കൂട്ടം എങ്ങനെയുള്ളവനാണ്? ഈ ജനക്കൂട്ടം തന്റെ ദേശത്തെ നഷ്ടമാക്കും, പിടിച്ചെടുക്കും എന്ന ചിന്ത തന്നെ ഭാരപ്പെടുത്തിയപ്പോൾ മോവാബ് ദേശത്തെ രക്ഷിക്കുവാൻ തക്കവിധം ബാലാഖ് എന്ന് പറയപ്പെടുന്ന ദൈവപുരുഷനെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. ദൈവപുരുഷന്റെ അടുക്കലേക്ക് ദൈവപുരുഷന്റെ അടുക്കലേക്ക് മോവാബ് രാജാവ്, ബാലാഖ് എന്ന് പറയപ്പെടുന്ന മോവാബ് രാജാവ് തന്റെ പടയാളികളെ അയക്കുന്നുണ്ട്, സൈന്യത്തെ അയക്കുന്നുണ്ട്. അവൻ ബിലയാം എന്ന് പറയപ്പെടുന്ന ദൈവപുരുഷന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവപുരുഷന്റെ അടുക്കൽ വന്ന് ദൈവപുരുഷനോട് കൂടി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവപുരുഷ, നീ ഞങ്ങളുടെ ദേശത്തേക്ക് വരണം. ഒരു വലിയ ജനക്കൂട്ടം ഞങ്ങളെ നശിപ്പിക്കുവാനിരിക്കുന്നുണ്ട്. അവരിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ ബാലാഖ് എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യൻ, ബിലയാം എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഇഷ്ടം ആണോ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചറിയട്ടെ. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ വരാം, ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഞാൻ ദൈവത്തിന് ഇഷ്ടമാണ് എന്ന് ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൂടാരത്തിനുള്ളിലേക്ക് പോകുന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ബാലാഖ് എന്ന് പറയപ്പെടുന്ന ആ സൈന്യാധിപന്റെ മുൻപ് ഈ ബിലയാമിനെ അയക്കുവാൻ തടസ്സം നിന്നുകൊണ്ട് ബിലയാമിനോട് കൂടെ പറയുകയാണ്, അങ്ങോട്ട് പോകുവാനായിട്ട് നിനക്ക് അനുവാദമില്ല. അവിടെ ഇപ്പോൾ മൂടിയിരിക്കുന്നത് എന്റെ ജനമാണ്, ഇസ്രായേൽ ജനമാണ്, ദൈവത്തിന്റെ ജനമാണ്. ആ ജനത്തെ ശപിക്കരുത്, ആ ജനത്തെ ഇല്ലാതാക്കരുത്, ആ ജനത്തെ അട്ടിപ്പായിക്കരുത്. ആ ജനം എന്റെ ജനമാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് ബിലയാമിനോടുകൂടെ ദൈവം പറയുന്നു. ബിലയാം എന്ന് പറയുകയാണ്, ദൈവത്തിന് ഈ കാര്യം ചെയ്യുന്നത് ഇഷ്ടം അല്ല. ബാലാഖിന്റെ സൈന്യാധിപൻ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയിട്ട് ബാലാഖിനോട് കൂടെ പറയുകയാണ്, ബിലയാമിന് വരുവാനായിട്ട് ഇഷ്ടമല്ല. പിന്നത്തേതിൽ വീണ്ടും രാജാവ്, മോവാബ് രാജാവായ ബാലാഖ് വീണ്ടും ആ പ്രഗത്ഭരായ മറ്റു കുറച്ച് നേതാക്കന്മാരെ, പ്രഭുക്കന്മാരെ, രാജ്യത്ത് ഉന്നത പദവി അലങ്കരിച്ചു കൊടുക്കുന്ന മന്ത്രിമാരെ, പ്രഭുക്കന്മാരൊക്കെ ആ ദേശത്തിലേക്ക് പറഞ്ഞയക്കൊണ്ട് വിശിഷ്ട വസ്ത്രങ്ങളോടും വിശിഷ്ട ആഭരണങ്ങളോടും സമ്പത്തോടൊപ്പം ചേർന്ന് പറഞ്ഞയക്കുകയാണ്. ബിലയാമിന്റെ ഭവനത്തിൽ വന്നിട്ട് വീണ്ടും അവർ പറയുന്നു, നീ ഞങ്ങളുടെ ദേശത്തേക്ക് വരണം. ബിലയാം പറയുന്നുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ല ഞാൻ വരത്തില്ല. നിങ്ങൾ പൊന്നു തന്നാലും
എന്നെ മൂടുവാനുള്ള സമ്പത്ത് തന്നാലും എന്നെ മൂടുവാനുള്ള വസ്ത്രം തന്നാലും ഒരിക്കലും ദൈവ ഇഷ്ടത്തിന് വിരോധമായി ഞാൻ പ്രവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിലെയാം ഒഴിഞ്ഞു നിൽക്കുന്നു. വീണ്ടും പറയുകയാണ്, ഞാൻ ദൈവത്തോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ. ദൈവം അവിടെ ഒരു ചെറിയ മറുപടി കൊടുക്കുന്നുണ്ട്, ഒരു അനുവാദം കൊടുക്കുന്നുണ്ട്. നീ അവരോട് കൂടെ പോകാം, പക്ഷെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യാവൂ. ബിലെയാമിന് സന്തോഷമായി. പോയി കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടും, പൊന്ന് കിട്ടും, ആഭരണം കിട്ടും, വസ്ത്രം കിട്ടും, എല്ലാം കിട്ടും. ഒന്നും നഷ്ടമില്ല. പോകുന്നത് കൊണ്ടും അവരെ ശപിക്കുന്നത് കൊണ്ടും രാജ്യത്തിനും രാജാവിൽ നിന്നും സകലതും തനിക്ക് കിട്ടുമെന്ന ചിന്തയോടുകൂടെ ബിലെയാം രാജാവിന്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പോകുന്നത് കഴുതപ്പുറത്താണ്. പോകുന്ന യാത്രാമധ്യേ ചില അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. 3 അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഒന്നാമതായി, കഴുത വഴിമാറിപ്പോകുന്നു. മാൾ ഊരി നിന്നതായ ദൂതനെ കാണുന്നു, വഴിമാറിപ്പോകുന്നു. ബിലെയാം കഴുതയെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുന്നു. ഞെരുക്കമുള്ള 2 മതിൽക്കെട്ടിന്റെ ഇടയിൽ കൂടെ പോകുന്നു. ആ ഞെരുക്കത്തിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ബിലെയാമിന്റെ കാൽ മതിൽക്കെട്ടിൽ തട്ടി ഉരഞ്ഞ് ചോര വരുന്നൊരവസ്ഥ. ആ ബിലെയാമിന് കോപമുണ്ടാകുന്നു, കഴുകയെ ശകാരിക്കുന്നു. 3ാമത്, വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ ദൂതൻ വാൾ പിടിച്ചു നിൽക്കുന്നത് കണ്ടതായ കഴുത ദൈവത്തിന്റെ വാൾ പിടിച്ചു നിൽക്കുന്ന ദൂതന്മാരെ കണ്ടപ്പോൾ നിലത്ത് കിടന്നു. ബിലെയാമിന് കോപമുണ്ടാകണം, അതിന് തല്ലുവാൻ തുടങ്ങി. അവിടെ ആ കഴുത ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ആ കഴുത പറയുന്നുണ്ട്, ഈ 3 പ്രാവശ്യവും നീ എന്നെ അടിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രിയമുള്ളവരെ, ജിബാബത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചില പ്രത്യേകമായ അവസ്ഥകൾ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കാറുണ്ട്, ചില അടയാളം നൽകാറുണ്ട്. ഞാൻ പാപത്തിലേക്കാണ് പോകുന്നത് എന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ചില അടയാളങ്ങൾ ദൈവം എന്റെ മുമ്പിൽ വെക്കാറുണ്ട്. ബിലെയാം ആ പാപത്തിലേക്കാണ് പോകുന്നത്. വലിയ പാപമാണ്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനുള്ള ഒരു പാപം. അത് ചെയ്യുവരുത് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ അത് അനുസരിച്ചതായിട്ട് ബിലെയാം വീണ്ടും ദൈവത്തെ കർക്കശമായി അനുവാദം ചോദിക്കുന്ന വിധത്തിൽ ദൈവത്തോട് കൂടെ അവൻ കർക്കശമായി സംസാരിച്ചുകൊണ്ട് അനുവാദം വാങ്ങി യാത്ര ചെയ്തപ്പോൾ ബിലെയാം പാപത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയതായ ദൈവം ബിലെയാമിനെ പാപത്തിൽ നിന്ന് വീണ്ടും പിന്തിരിപ്പിക്കുവാൻ തക്കവിധം ചില അടയാളങ്ങൾ കാണിക്കുകയാണ്. അത് കഴുതയിൽ കൂടെയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പാപത്തിൽ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഒരുങ്ങുമ്പോൾ തെറ്റായ പാത, എന്റെ യാത്ര തെറ്റായ പാതയിൽ കൂടെയാണ് എന്ന് ദൈവത്തിന് തോന്നുമ്പോൾ ദൈവം ചില അടയാളങ്ങൾ തരാറുണ്ട്. ഒരുപക്ഷെ അത് രോഗമാകാം, ഒരുപക്ഷെ അത് ജീവിതത്തിലുള്ള കടബാധ്യതകളാകാം, ഒരുപക്ഷെ ജീവിതത്തിന്റെ നഷ്ടഭാരങ്ങളാകാം, ഒരുപക്ഷെ ജീവിതത്തിലെ പരാജയങ്ങളാകാം. എന്ത് തന്നെയായിരുന്നാലും അവിടെ കടങ്ങളും ബുദ്ധിമുട്ടും രോഗത്തിന്റെ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഞാൻ എടുത്തു വെക്കുന്ന പാത അത് പാപം നിറയപ്പെട്ട പാതയാണ്. മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്, ഒരു ചിന്തയുണ്ട്, എല്ലാം പിടിച്ചടക്കണം. അത് കടങ്ങളിൽ കൂടെയായിരുന്നു. ലോൺ എടുത്തൊക്കെ ആ വസ്തുക്കൾ വാങ്ങുന്നവരുണ്ട്, ലോൺ എടുത്ത് വീട് വെക്കുന്നവരുണ്ട്. നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ കൊക്കിന് കൊത്തുവാനായിട്ട് കഴിയുന്നതിൽ അധികമായി കൊത്തിക്കഴിഞ്ഞാൽ ഞാൻ വീഴ്ന്നു പോകുന്നത് ഈ നഷ്ടത്തിലേക്കും പാപത്തിലേക്കും തന്നെയാണ്. പ്രിയമുള്ളവരെ, അവിടെ ചില അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ദൈവം ചില അടയാളങ്ങൾ എൻ്റെ മുമ്പിൽ കാണിക്കാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ദൈവം ചില അടയാളങ്ങൾ എന്റെ മുമ്പിൽ വെക്കാറുണ്ട്. ഹവ്വയുടെ അടുക്കൽ വന്ന് പിശാച് പറയുന്നുണ്ട്, ദൈവം നിങ്ങളോടുകൂടെ എന്തെങ്കിലും കൽപ്പിച്ചുവോ? ഹവ്വ പറയുന്നുണ്ട്, കർത്താവ് ഇതൊക്കെ നമ്മോട് കൂടെ പറഞ്ഞു. അപ്പോഴാ പിശാച് പറയുന്നുണ്ട്, ദൈവം വെറുതെ പറഞ്ഞതാ, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ദൈവം വെറുതെ പറഞ്ഞത്. അത് ഭക്ഷിക്കുന്ന ആള് നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ കാണും, ദൈവത്തെ പോലെ ആയിത്തീരും എന്ന ആ ഒരു ലാഭകരമായ വാക്ക്, ആ സന്തോഷം നൽകുന്ന വാക്ക് ആ സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് നിറക്കി വെച്ചപ്പോൾ ആ സ്ത്രീ അറിയാതെ പോയി പാപം ചെയ്യുക, താൻ പാപത്തിലേക്ക് വഴുതി വീഴുന്നു എന്ന് മനസ്സിലാക്കിയതായ ആദാം സ്ത്രീയെ തടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും ആ സ്ത്രീ പാപത്തിന്റെ അവസ്ഥയിലേക്ക് വീണു പോകേണ്ട, മടങ്ങി വരുന്നില്ല. പാപം ചെയ്തിട്ട് അവൻ മടങ്ങി വരുന്നില്ല, അനുദപിക്കുന്നില്ല. ഒരുപക്ഷെ അന്ന് ഏതേൻ തോട്ടത്ത് ആ സ്ത്രീ പാപം ചെയ്തു എന്നും ആ പുരുഷൻ പാപം ചെയ്തു എന്നും സ്വയം തിരിച്ചറിഞ്ഞ് അനുദപിച്ച് കർത്താവിന്റെ മുൻപിൽ മുട്ടുമടക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങൾ ഏതേൻ തോട്ടത്തിലായിരിക്കും ജീവിക്കുക.
ഇന്ന് ഞാൻ നിങ്ങൾ സന്തോഷത്തിൻ്റെ അനുഭവത്തിലായി ജീവിക്കുക, നഷ്ടങ്ങളില്ലാത്ത അനുഭവത്തിലായി ജീവിക്കുക. അന്ന് ആദാമും ഹവ്വയും ചെയ്ത പാപത്താൽ ഇന്ന് കഷ്ടത അനുഭവിക്കുന്നത് ഈ ലോകത്തിലെ ഞാനും നിങ്ങളും തന്നെയാണ്, എൻ്റെ തലമുറകൾ തന്നെയാണ്. അവർ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴപ്പെടുമ്പോൾ, പാപത്തിലേക്ക് ജനിച്ചു വീഴപ്പെടുന്ന കാരണം എൻ്റെ പൂർവിക മാതാപിതാക്കന്മാർ അന്ന് ചെയ്ത പാപം. ദൈവകൽപ്പന അവർ ലംഘിച്ചു, ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു, ദൈവത്തിന് വിരോധമായി അവർ ചിന്തിച്ചു. കർത്താവ് പറഞ്ഞു ഇതൊക്കെ ചെയ്യരുത്. പക്ഷേ ആദാമും ഹവ്വയും ദൈവകൽപ്പന ലംഘിച്ച് അനുസരിക്കാതെ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തപ്പോൾ അവർ വീണുപോയി വലിയ വലിയ ശാപകരമായ അനുഭവത്തിലേക്ക്. ഇവിടെ ബിലെയാം വലിയ പാപത്തിലേക്ക് ഒന്ന് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം 3 അടയാളം ബിലെയാമിന്റെ മുൻപിൽ കാണിക്കുകയാണ്. അവിടെ കഴുത വഴിമാറി പോകുന്നു. കഴുത ബിലെയാമിന്റെ ഞെരുക്കമുള്ള ആ മതിലുകളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ച് ബിലെയാമിന്റെ കാൽ മുറിഞ്ഞു പോകുന്ന രീതിയിൽ യാത്ര ചെയ്യേണ്ട അവിടെ മനസ്സിലാക്കുന്നില്ല. 3-ാമത് ഒരിക്കലും കിടക്കാത്തതായി കഴുത, ഒരിക്കലും ഭാരം ചുമന്ന് യാത്ര ചെയ്യുമ്പോൾ തന്റെ യജമാനനുമായി യാത്ര ചെയ്തപ്പോൾ ഒരിക്കലും വഴിയിൽ വീണു പോകാത്തതായി കഴുത. ഇവിടെ വയലോരത്ത് മുന്തിരിത്തോട്ടത്ത് വീഴുകയാണ്, നിലത്തത് കിടക്കുകയാണ്. 3 അടയാളം മുൻപിലുണ്ടായിരുന്നിട്ടും പ്രിയമുള്ളവരെ, ബിലെയാം താൻ ചെയ്യുവാൻ പോകുന്നത് തെറ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അവിടെയും കോപിക്കുകയാണ്, തൻ്റെ മൃഗത്തോട്, തൻ്റെ വാഹനത്തിൻ്റെ മൃഗത്തോടു കൂടെ കോപിക്കുകയാണ്, ശകാരിക്കുകയാണ്, മൃഗത്തിനെതിരായി സംസാരിക്കുന്നുണ്ട്, മൃഗത്തിനെ തല്ലുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, തെറ്റായ പാതയിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില അടയാളം ദൈവം കാണിക്കും. ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ബിലെയാമിന് മുമ്പ് ഈ അടയാളം കാണിച്ചപ്പോൾ ബിലെയാമിന് മനസ്സിലായി ഞാൻ പോകുന്നത് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി പ്രവർത്തിക്കുവാനാ, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി സംസാരിപ്പാനാ. ദൈവം അയച്ച ദൈവത്തിന്റെ പുരുഷന്മാരെ ശപിക്കുവാൻ വേണ്ടിയാണ് താൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബിലെയാം ദൈവത്തോടു കൂടെ പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. 34-ാമത്തെ വാക്യത്തിൽ ബിലെയാം ദൈവത്തോടു കൂടെ എങ്ങനെ പറയുന്നു? ദൈവമേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നീ എനിക്ക് എതിരായി വഴിയിൽ വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികയാൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളുക. ചിന്തയുടെ 1-ാമത്തെ അവസ്ഥ, ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വേണം? ഞാൻ പാപി ആണ്, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം? 1-ാമത് നമ്മെ ബിലെയാം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ഇവിടെ ബിലെയാം തന്റെ പാപമാണ്, തന്റെ ജീവിതം, തന്റെ പ്രവർത്തനം, തന്റെ യാത്ര പാപമാണെന്ന് അറിഞ്ഞപ്പോൾ ബിലെയാം ദൈവത്തോടുകൂടെ പറയുന്നു, കർത്താവേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇത് നിനക്ക് അനിഷ്ടമാണ് എങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ പാപത്തിന്റെ യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ഇനി ഞാൻ മുന്നിലേക്ക് പോകത്തില്ല. ഇവിടെ അവസാനിപ്പിച്ച് നിനക്ക് അനിഷ്ടമായത് ചെയ്യാതെ ഞാൻ എന്റെ ദേശത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോയിക്കൊള്ളാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പാപാവസ്ഥകളെ തിരിച്ചറിയുമ്പോൾ ഞാൻ 1-ാമത് ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടത് അനുതാപത്തിൻ്റെ ഒരു ഹൃദയത്തോടുകൂടി ആയിരിക്കണം. പാപങ്ങളെ കുറിച്ച് അനുതപിക്കുന്ന എനിക്കറിയത്തില്ല കർത്താവ്. ബിലെയാം അതാ പറയുന്നത്, എനിക്കറിയില്ലായിരുന്നു ഞാൻ പാപം ചെയ്യാനായിട്ട് പോകുന്നത്, എനിക്കറിയില്ല കർത്താവേ, നീ എൻ്റെ മുമ്പിൽ നിന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു, നീ എനിക്ക് വേണ്ടി അടയാളം പ്രവർത്തിച്ചു എന്ന് എനിക്ക് കാണുവാൻ കഴിയില്ല. കർത്താവേ, നിനക്ക് അനിഷ്ടമായതാണ് ഞാൻ ചെയ്യുവാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നീ ചെയ്തതായ കാര്യത്തിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പ്രവർത്തി മടങ്ങിപ്പോകുവാനായിട്ട് ഒരുക്കമുള്ളവനാണ്, എന്നെ മടക്കി അയക്കണമേ. അനുതാപ ഹൃദയത്തോടുകൂടെ ഒന്ന് മടങ്ങി വരുവാനായിട്ട് എനിക്ക് കഴിയണം. ദാവീദ് രാജ്യഭാരത്തിലേക്ക് വന്ന കാലയളവ്, ദാവീദ് ഒരു വലിയ പാപം ചെയ്യുക, ഒരു വലിയ പാപം. 1 ദിനവൃത്താന്ത പുസ്തകം അതിന് 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാവീദ് പറയുന്ന തൻ്റെ സൈന്യാധിപനെ വിളിച്ചൊരു വലിയ പാപം, ദൈവത്തിന് അനിഷ്ടമായൊരു പാപം ചെയ്യുന്നു. വായിക്കാം 1 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായം അതിന് 8-ാമത്തെ വാക്യം.
അപ്പോൾ ദാവീദ് ദൈവത്തോട്, കർത്താവ്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്ത് കാര്യമാ? തൊട്ട് മുൻപ് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ ദാവീദ്, ഇസ്രായേൽ ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ ദാവീദ് കുറച്ചുപേരെ ഒന്ന് അയക്കുകയാണ്. കുറച്ചുപേരെ അയക്കുകയാണ്, തനിക്ക് പ്രിയപ്പെട്ടവരെ അയക്കുകയാണ്. എണ്ണി തിട്ടപ്പെടുത്തുവാൻ തക്കവിധം പ്രിയപ്പെട്ടവരെ അയച്ച് അതിൽ ചിലർ പോകുന്നു, ചിലർ പോകുന്നില്ല. പോയവർ വന്ന് പറയുന്നത് ഇത്ര പേര് ഗോത്രങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കുകയാണ്. പക്ഷേ ദാവീദിന് അപ്പോഴും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പിന്നത്തേത്, ദേശത്ത് നഷ്ടമുണ്ടായപ്പോൾ, ദേശത്ത് മരണമുണ്ടായപ്പോൾ, ദേശത്തിൽ അനർത്ഥമുണ്ടായപ്പോൾ ദാവീദ് തിരിച്ചറിയുന്നു, കർത്താവേ, ഞാൻ ചെയ്തത് പാപമാണ്. ഒരു വലിയ അനർത്ഥം ഉണ്ടാകുന്നുണ്ട്. അത് 14 വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 ദിനവൃത്താന്തം 21 14 വാക്യം. ഇസ്രായേലിൽ 70,000 പേർ വീഴ്ന്നു പോയി. വലിയൊരു മഹാമാരിയെ, വലിയൊരു ശാപത്തെ ദൈവം സ്വർഗത്തുനിന്ന് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് അയക്കുകയാണ്. ദാവീദ് രാജ്യഭാരം ചെയ്തതായ ആ രാജ്യത്തിലേക്ക് നയിക്കുകയാണ്. അയച്ച് ദേശത്തെ വിലഭ്യം ഉണ്ടാകുന്ന രീതിയിൽ, ദേശത്തിൽ കണ്ണുനീരുണ്ടാകുന്ന രീതിയിൽ, ദേശത്തിൽ കരച്ചിലുണ്ടാകുന്ന രീതിയിൽ 70,000 പേർ പട്ടുപോകുന്ന വിധത്തിൽ, 70,000 പേർ മരിച്ചു പോകുന്ന വിധത്തിൽ ഒരു വലിയ ശാപം, വലിയൊരു അനർത്ഥം ദേശത്തിലേക്ക് ഇസ്രായേൽ ജനതയുടെ അടുക്കിലേക്ക് അയക്കുന്നു. കാരണം ഒരേ ഒരു മനുഷ്യനാണ്, കാരണം ഒരേ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാണ് ഇസ്രായേൽ ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തുക ദാവീദ് പ്രവർത്തിച്ച ഒരു പ്രവർത്തനം. പ്രിയമുള്ളവരെ, ദാവീദ് ചെയ്ത ആ പ്രവർത്തനം ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആയതുകൊണ്ടാണ് ഒരു വലിയ ശിക്ഷ അവിടെ കൊടുക്കുന്നത്. ദാവീദ് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന 17 വാക്യം. യഹോവേ, നീ അയക്കുന്ന ബാധ എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ, ദാവീദ് ചെയ്തത് തെറ്റ് എന്ന് ദൈവം കൊടുത്ത ശിക്ഷയാൽ തിരിച്ചറിയുമ്പോൾ ദാവീദ് ആ തെറ്റെന്ന് ഓടി ഒളിക്കുകയല്ല ചെയ്തത്. താൻ ചെയ്ത തെറ്റിനാൽ ലോകം മുഴുവനും നശിച്ചു പോകുവാനായിട്ട് പാടില്ല, ജനത നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് പാടില്ല എന്ന ചിന്തയോടുകൂടെ ദാവീദ് ദൈവത്തോടുകൂടെ ഒരു അനുവാദം ചോദിക്കേണ്ട, പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ഞാനാണ് തെറ്റ് ചെയ്തത്, ആയതുകൊണ്ട് നീ ചെയ്യേണ്ട ശിക്ഷ എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഉണ്ടാകും എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിത യാത്ര പാപത്തിലേക്ക് ആണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ, എന്റെ യാത്ര തെറ്റിലേക്കാണ് എന്ന ഒരു ബോധ്യം എന്നിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ഒന്നാമതായി ചെയ്യേണ്ടത് അനുതാപ ഹൃദയത്തോടുകൂടെ എന്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് എനിക്ക് കഴിയണം. മുടിയനായ പുത്രൻ എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ മകൻ അപ്പന്റെ സൗഭാഗ്യം സ്വീകരിച്ച് പരദേശിയായി കടന്നു പോകുമ്പോൾ, ആ മകന്റെ ജീവിതത്തിൽ എല്ലാ നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ, ആ മകൻ തനിക്ക് ലഭിക്കേണ്ടതായ അവകാശത്തിന്റെ ഭാരം നഷ്ടപ്പെട്ടു പോയെന്ന് തിരിച്ചറിയുമ്പോൾ, ആ മകൻ ഒന്ന് സ്വയം ചിന്തിക്കുകയാണ്. അവൻ അനുദപിച്ച് സ്വയം പറയുന്നു, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നിട്ട് എന്റെ അപ്പനോടുകൂടെ പറയും, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടുകൂടെ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനായിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. നോക്കുക, മുടിയനായ പുത്രൻ എല്ലാം നഷ്ടമാക്കി കളഞ്ഞു. എല്ലാം നഷ്ടമായി. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അവസ്ഥ, ഭക്ഷിക്കുവാനായിട്ട് വകയില്ലാത്ത അവസ്ഥ, ദാഹം ഉണ്ടാകുമ്പോൾ കുടിക്കുവാനായിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ, പന്നിക്ക് കൊടുക്കുന്ന കേവലം വാളവര കൊണ്ട്, കേവലം ഭക്ഷണം കൊണ്ട് ഒന്ന് ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടും അതുപോലെ ലഭ്യമാകാത്ത അവസ്ഥ. അവൻ തിരികെ നോക്കിയാണ് അപ്പന്റെ ഭവനം. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ ഈ നാളുകളിലായിരുന്നപ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു, എനിക്ക് ദാഹമില്ലായിരുന്നു, എനിക്ക് കഷ്ടതയില്ലായിരുന്നു, എനിക്ക് വേദനയില്ലായിരുന്നു, എനിക്ക് സഹായം കേൾക്കേണ്ടിയില്ലായിരുന്നു.
എനിക്ക് ദുഃഖിക്കേണ്ടിയില്ലായിരുന്നു. അപ്പന്റെ ഭവനത്തിൽ എനിക്ക് സ്നേഹമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. എല്ലാം നേടിയെടുക്കുന്ന ഒരു അനുഭവം എന്റെ അപ്പന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആ മകൻ തിരിച്ചറിഞ്ഞപ്പോൾ ആ മകൻ പറയുകയാണ്, എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, എന്റെ ജീവിതയാത്ര നഷ്ടത്തിന്റെ ആ വിറകിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ചറിയണം, എന്റെ അപ്പന്റെ സ്നേഹത്തിൽ നിന്നും ഞാൻ മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അനുതാപത്തിന്റെ ഹൃദയം എന്നെ സൃഷ്ടിക്കുകയുള്ളൂ. അനുതാപ ഹൃദയം എന്നെ ഉണ്ടാകുമ്പോൾ ഒന്ന് അനുതപിക്കുവാനായിട്ട് കഴിയും, ഒന്ന് മടങ്ങി വരുവാനായിട്ട് കഴിയും. ദൈവസ്നേഹത്തിൻ്റെ അപ്പൻ്റെ സ്നേഹവാത്സല്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, അനുതപിച്ച് മടങ്ങി വരുന്നവനെ തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായ പ്രവൃത്തി നിന്ന് ഒന്ന് പിന്തിരിഞ്ഞ് അപ്പൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ കാത്തിരുന്ന അപ്പൻ, തൻ്റെ മകൻ എപ്പോഴേലും മടങ്ങി വരുമെന്ന് കാത്തിരുന്ന അപ്പൻ ആ മകനെ ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ അവൻ ഭവനം വിട്ട് വാതിൽ വിട്ട് ഇറങ്ങി ഓടിപ്പോയി മകനെ കെട്ടിപ്പിടിച്ച്. നോക്കുക, ആ മകന്റെ വസ്ത്രം ജീർണിച്ചിരിക്കുകയാണ്. ആ മകന്റെ ശരീരം മുഴുവനും വിയർപ്പിന്റെ നാറ്റമുണ്ട്. ആ മകന്റെ ശരീരം മുഴുവനും ചേറുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ മകന്റെ ശരീരം മുഴുവനും വല്ലാത്ത ദുർഗന്ധമാണ്. എങ്കിലും അപ്പൻ അവനെ മാറ്റി നിർത്താതെ, നീ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അപ്പൻ തന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് കണ്ണുനീരോടുകൂടെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, നീ അനുതാപ ഹൃദയത്തോടുകൂടെ നിന്റെ ദൈവത്തിലേക്ക് ഒന്ന് മടങ്ങി വരുന്നുണ്ടെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ഈ അനുതാപ ഹൃദയത്തോടുകൂടെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഏത് പാപത്തിന്റെ അവസ്ഥയിലേക്ക് വീഴ്ന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് അപ്പ എന്ന് നിലവിളിച്ചുകൊണ്ട് എന്റെ പിതാവായ അപ്പന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരുന്നുണ്ടെങ്കിൽ, അനുതാപ ഹൃദയത്തോടുകൂടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന, നീ ദുർഗന്ധം വഹിക്കുന്നവനാകാം, നിന്റെ വസ്ത്രം മുഴുവനും ജീർണിച്ചു പോയ അവസ്ഥയാകാം, നിന്റെ ശരീരം മുഴുവനും ചേറുകൊണ്ട് നിറയപ്പെടുന്ന അവസ്ഥയാകാം. അവിടെയൊക്കെയും ആ ഒരു അവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അനുതാപ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കൈവിടത്തില്ല. അനുദപിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ കൈവിടത്തില്ല. തൻ്റെ മാറോട് ചേർത്തണച്ച് അവൻ നമ്മെ സ്നേഹിക്കും. എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം? ഒന്ന്, അനുതാപ ഹൃദയത്തോടുകൂടെ മടങ്ങി വരണം. രണ്ടാമതായി, എങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം? വായിക്കാം പുറപ്പാട് പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. പുറപ്പാട് 4, 10-ാമത്തെ വാക്യം. അതെ, മോശ ദൈവത്തോടു കൂടെ പറഞ്ഞൊരു വാക്ക്, കർത്താവേ, ഞാൻ ബലഹീനനാണ്, വിക്കലും തടിച്ച് നാവുള്ളവനുമാണ്. മോശ ദൈവം മുൾപ്പടപ്പ് കൊണ്ട് നിന്നുകൊണ്ട് വിളിക്കുകയാണ്, മോശെ, ഞാൻ തന്നെ ഒരു കാര്യം ഏൽപ്പിക്കുവാനായിട്ട് പോകുന്നു, നീ അത് ചെയ്യണം. കാര്യം പറയുകയാണ്, നീ ഫറവോന്റെ അടുക്കൽ പോകണം. ഫറവോന്റെ അടുക്കൽ പോയി, എൻ്റെ ജനത അവിടെ കഷ്ടപ്പെടുന്നുണ്ട്, ഇസ്രായേൽ ജനം, ആ ജനത്തെ നീ വിടുവിക്കണം, വീണ്ടും എൻ്റെ അടുക്കലേക്ക് ഞാൻ കാണിപ്പാർന്ന ദേശത്തേക്ക് കൊണ്ടുവരണം. മോശ ഒരു ഒഴിവ് പറയണം, കർത്താവേ, ഞാൻ വിക്കനാണ്, തടിച്ചുള്ള നാവുള്ളവനാണ്, എനിക്ക് വാക്സാമർഥ്യമില്ല, എനിക്ക് കഴിവില്ല, ഫറവോന്റെ അടുക്കൽ പോയി സംസാരിപ്പാൻ പോലും ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് മോശ ദൈവത്തോടുകൂടെ പറഞ്ഞ് മാറി നിൽക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ മോശ ബലപ്പെടുത്തുവാൻ ദൈവം വീണ്ടും സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെ ഞാൻ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം? രണ്ടാമത് ചിന്തിക്കുവാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് മടങ്ങി വരുവാനായിട്ട് കഴിയണം. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബലഹീന സ്വഭാവം, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ബലഹീന പ്രവർത്തികൾ, ഇതൊക്കെ ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഒന്ന് കഴിയണം. മോശയോടുകൂടെ പറയും, മോശ പറയും, ഞാൻ ബലഹീനനാണ്, എനിക്ക് കഴിയത്തില്ല,
യെശയ്യാവിനോടും യിരെമ്യാവിനോടും കൂടെ ദൈവം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യെശയ്യാവിനോട് കൂടെ പറയുമ്പോൾ യെശയ്യാവ് പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് കഴിയത്തില്ല. യിരെമ്യാവിനോട് കൂടെ പറയുന്നു, യിരെമ്യാവും അവിടെ പറയുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 6-7 വാക്യം, അവിടെയും യിരെമ്യാവ് പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് കഴിയത്തില്ല, എനിക്ക് സംസാരിക്കാനായി പറ്റത്തില്ല, ഞാൻ വിക്കനാണ്. എനിക്ക് സംസാരിപ്പാനായിട്ടോ പ്രവർത്തിപ്പാനായിട്ടോ ജനത്തിന്റെ മുൻപിൽ നിന്ന് നയിക്കുവാനായിട്ടോ എനിക്ക് കഴിവില്ല. ദൈവത്തിന്റെ മുൻപാകെ ഇവർ 3 പേരും തന്റെ ബലഹീന അവസ്ഥ ഒന്ന് ഇറക്കി വെക്കുകയാണ്, തന്റെ കഴിവുകളെ ഒന്ന് ഇറക്കി വെക്കുകയാണ്, തന്റെ പോരായ്മകളെ ഒന്ന് ഇറക്കി വെക്കുകയാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത് ദൈവം എന്നെ വിളിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരേണ്ടത് നിന്റെ ബലഹീനമാകുന്ന പ്രവൃത്തികളെ, നിന്റെ ബലഹീനമാകുന്ന ജീവിതത്തെ, നിന്റെ ബലഹീനമാകുന്ന സ്വഭാവത്തെ ദൈവത്തോടുകൂടെ പറഞ്ഞുകൊണ്ട് ആകണം. അങ്ങനെ മടങ്ങി വന്ന ഒരു മനുഷ്യനാണ് പത്രോസ്. ലൂക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം. ഗെന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ വന്നുകൂടിയതായ പുരുഷാരത്തോടുകൂടെ പ്രസംഗിച്ചതായ യേശുക്രിസ്തു, അത് 2 പടകുണ്ടായിരുന്നു. ശീമോനുള്ളതായ ഒരു പടകിൽ കയറി യേശു പ്രസംഗപീഠമാക്കി ദൈവപുരുഷനത്തോടുകൂടെ ജനതയോടുകൂടെ സംസാരിക്കണം. ദൈവത്തിന്റെ വാക്കുകൾ ജനതയോടുകൂടെ സംസാരിക്കുമ്പോൾ ജനത എല്ലാം കേട്ട് മനസ്സിലാക്കി അവർ മടങ്ങി പോകുവാനായിട്ട് നിൽക്കുമ്പോൾ കരയിൽ ഇതെല്ലാം ഒരുപക്ഷെ ശ്രദ്ധിച്ച് തൻ്റെ തൊഴിലിനോടൊപ്പം ചേർന്നിരുന്ന ശീമോൻ എന്ന് പറയപ്പെടുന്ന പത്രോസിനെ വിളിച്ചിട്ട് പറയുക, ശീമോനെ, നിന്റെ പടക് ആഴത്തിലേക്ക് നീക്കുക, ആഴത്തിലേക്ക് നീക്കി ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശീമോൻ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താണ് ശീമോൻ പറഞ്ഞ വാക്ക്? കർത്താവേ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, ഭാരം ചുമന്നു, വേർപ്പൊഴുകി, എനിക്ക് ഒരു ചെറിയ മീൻ പോലും, കഴിഞ്ഞ രാത്രി പറഞ്ഞ ഒരു കൂനിപ്പൊടി പോലും എനിക്ക് കിട്ടിയില്ല, ഒരു കൂനിപ്പൊടി പോലും എനിക്ക് കിട്ടിയില്ല കർത്താവേ. കൂനിപ്പൊടി അത്ര നിസ്സാരമായി മീനൊന്നും കാണരുത് കേട്ടോ, കപ്പലിനെ മറിക്കുന്നതാണ് കൂനിപ്പൊടി. പത്രോസ് പറയുകയാണ്, കർത്താവേ, എനിക്കൊരു ചെറിയ മീൻ പോലും കിട്ടിയില്ല, ഞാൻ രാത്രി മുഴുവനും കൂട്ടാളികളോടൊപ്പം ചേർന്ന് ഇതേ പടക് ആഴത്തിൽ പോയി മീൻപിടുത്തത്തിന് വലയിറക്കി വർഷങ്ങൾ കൊണ്ട് മീൻ പിടിച്ച് മുക്കുവ ജോലി ചെയ്തിരുന്നതായ പത്രോസിനോടുകൂടെ ഇതൊന്നും അറിയാത്ത ഒരു തച്ചന്റെ മകൻ, ഒരു മരപ്പണിക്കാരന്റെ മകൻ വന്ന് പറയുകയാണ്, നീ ആഴത്തിലേക്ക് പോകാം. മീൻ എവിടെയാണ് എന്ന് അറിയാവുന്ന ഒരു മുക്കുവനോടുകൂടെ പറയുകയാണ്. മീന് കിട്ടാതെ വളരെയധികം നഷ്ടഭാരത്തോടുകൂടെ ആയിരുന്ന, വളരെയധികം നിരാശയോടുകൂടെ ആയിരുന്ന ഒരു മനുഷ്യനോടുകൂടെ പറയുകയാണ്, നീ നിന്റെ പടക് കരയിൽ നിന്നും ആഴത്തിലേക്ക് നീക്കുക, അവിടെ നിന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ നന്മയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം എന്നോട് നിങ്ങളോട് കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒന്നിറങ്ങി ആഴത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നിന്നെ കാത്തിരിക്കുന്ന ഒരു വലിയ നന്മ അവിടെയുണ്ട്. പത്രോസിനത് കണ്ടില്ല, പത്രോസ് അത് അനുഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, യേശുവിനോടുകൂടെ പത്രോസ് പറയുന്നത് എങ്കിലും അതാണ് പ്രധാനമുള്ള ഒരു വാക്ക്. എങ്കിലും ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, വളരെ നിരാശയോടുകൂടെ എന്റെ വലയുടെ അഴുക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ്, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് പത്രോസ് പറഞ്ഞുകൊണ്ട് യേശുവിനോടൊപ്പം ചേർന്ന് ആഴത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആഴത്തിലേക്ക് വള്ളവുമായി കടന്നുപോയ പത്രോസിന് ലഭ്യമായ ഒരു പെരുത്ത മീൻകൂട്ടമാ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വാക്ക് നീ വലയിറക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജീവിതമാകുന്ന തോടെ നീ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയ അനുഗ്രഹം, വലിയ നേട്ടം, വലിയ സൗഭാഗ്യം നിന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് നിനക്ക് കഴിയും. പത്രോസ് പറഞ്ഞു, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. പെരുത്ത മീൻകൂട്ടം കിട്ടി. പത്രോസ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് യേശുവിനോടുകൂടെ പത്രോസ് ഒരു കാര്യം പറയാണ്ട്. എന്താ പറഞ്ഞത്? വായിക്കാം. ലൂക്കോസ് 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ലൂക്കോസ് 8-ാമത്തെ വാക്യം. യേശുവിന്റെ കാൽക്കൽ വീണ് പറയുന്ന, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. ഇതാണ് ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന അവസ്ഥ. അവന്റെ കഴിവിൽ അവൻ പ്രശംസിച്ചില്ല, അവന്റെ അധ്വാനത്തിൽ അവൻ പ്രശംസിച്ചില്ല,
അവന്റെ നേട്ടത്തിൽ അവൻ അഭിമാനം കൊണ്ടില്ല. അവൻ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്ന് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. നീ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ വാക്കിൽ ഞാൻ വിശ്വസിച്ചില്ല. സംശയത്തോടെ വന്നും ഞാൻ വാക്ക് വിശ്വസിക്കാതെ വലയിറക്കി. പക്ഷെ നീ എനിക്ക് വരുത്ത മീൻകൂട്ടം ലഭ്യമാക്കി ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. ക്രിസ്തു പറയുകയാണ്, ഇന്നു മുതൽ നീ മീൻ പിടിക്കുന്നവനല്ല, മനുഷ്യനെ പിടിക്കുന്നവനാകും. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത് നിന്റെ ജീവിതത്തിലെ അധ്വാന ഭാരങ്ങളുമായിട്ടല്ല. നീ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് നിന്റെ ജീവിതത്തിലെ നേട്ടങ്ങളുമായിട്ടല്ല. നീ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് നിന്റെ ജീവിതത്തെ നീ പ്രശംസയായി മാറ്റിവെക്കുന്ന അവസ്ഥകളായിട്ടല്ല നീ മടങ്ങി വരേണ്ടത്. മറിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടത് നിന്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ പറഞ്ഞുകൊണ്ടിട്ടാകണം നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടത്. രണ്ടാമത് ചിന്തിച്ചു, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത് എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ പറഞ്ഞിട്ടാകണം ദൈവത്തിങ്കിലേക്ക് ഞാൻ നിങ്ങൾ മടങ്ങി വരേണ്ടത്. അങ്ങനെ മടങ്ങി വരുമ്പോൾ ദൈവം വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നൽകും. ഇവിടെ പത്രോസ് നൽകി, നീ ഇനി മുതൽ മനുഷ്യനെ ആത്മാക്കളെ പിടിക്കുന്നവനാകും. ഇനി മുതൽ നീ മീൻ പിടുത്തത്തിൽ പോകുന്നവനല്ല, നീ ഇനി മുതൽ ആത്മാക്കളെ പിടിച്ച് എനിക്ക് വേണ്ടി ലോകമാകുന്ന കടലിലേക്ക് യാത്ര ചെയ്യേണ്ടവനാണ്. എനിക്ക് വേണ്ടി ലോകമാകുന്ന കടലിൽ ആത്മാക്കൾക്ക് വേണ്ടി വലവീശേണ്ടവനാണ് എന്ന അനുഗ്രഹം നൽകിയ പത്രോസിനെ ആ കടലിൽ നിന്ന് ആ മീൻ പിടുത്തത്തിൽ കരം പിടിച്ച് ദൈവികമായ കൂട്ടായ്മയിലേക്ക് ദൈവികമായ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ ബലഹീനതകൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങി വരുന്നുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുവാൻ തക്കവിധം ദൈവം തന്റെ കരം നീട്ടി എന്നെ അവന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ബലഹീനനാണ്, എനിക്ക് കഴിവില്ല. ബലഹീനതകൾ പറഞ്ഞപ്പോൾ യിരെമ്യാവിനെ ദൈവം അനുഗ്രഹിക്കുന്നു. വായിക്കാം എങ്ങനെയാണ് എന്ന്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിനെ 1-ാം അധ്യായം 9-10 വാക്യം. യിരെമ്യാവ് 1-ാം അധ്യായം 9-10 വാക്യം. യിരെമ്യാവ് പറഞ്ഞു, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എനിക്ക് സംസാരിപ്പാനായിട്ടറിയില്ല, ഞാൻ ബാലനാണ്, കുറവുള്ളവനാണ്, വിക്കനാണ് എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഒരു വലിയ കാര്യം ചെയ്യുകയാണ്. യിരെമ്യാവിന്റെ നാവിനെ തൊടുകയാണ്. ദൈവം തന്റെ കരം നീട്ടി യിരെമ്യാവിന്റെ നാവിനെ തൊട്ടിട്ട് യിരെമ്യാവിനോട് കൂടെ പറയുകയാണ്, യിരെമ്യാവേ, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് ജാതികളുടെ ഇടയിൽ നിന്നെ നട്ടം. ഇതാണ് ദൈവം യിരെമ്യാവിന് കൊടുത്ത അനുഗ്രഹം. ബലഹീന അവസ്ഥ പറയുമ്പോൾ യിരെമ്യാവിനെ ദൈവം ഉയർത്തി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ജാതികളുടെ നിർമൂലമാക്കുവാൻ, പൊളിച്ചു കളയുവാൻ, ഇടിച്ചു കളയുവാൻ, കെട്ടി ഉയർത്തുവാൻ, ഇതിനൊക്കെയും ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു. മാത്രമല്ല, എന്റെ വചനം നിന്റെ നാവിന്മേൽ ഞാൻ തൊട്ടുവീഴ്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്റെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ടെന്ന് മടങ്ങി വരുവാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്റെ നാവിനെ തൊടും, എന്റെ ബലഹീനതകളെ തൊടും, എന്നെ ബലപ്പെടുത്തുവാൻ, എന്നോടൊപ്പം ചേർന്ന് എന്നെ ഉയർത്തുവാനായി കഴിവുള്ളവനാണ് എന്റെ ദൈവം. മടങ്ങി വരേണ്ടത് എൻ്റെ ബലഹീനതകളെ പറഞ്ഞിട്ടാകണം. ബലഹീനതകൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത്. മൂന്നാമതായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടത് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് 24:33 വാക്യം. ലൂക്കോസ് 24:33 വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ആ നാഴികയിൽ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ആര് ആര് ആര്
ഈ സംഭവം കേട്ടിട്ടേ ഇല്ല. ആരാ? ബൈബിളില്ല. ബൈബിളിൽ നോക്കുന്നത് വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് എല്ലാവരും കാണാം കേട്ടോ. ആളുടെ കൈ ബൈബിൾ ഒന്നും ഇല്ല എന്നൊക്കെ എനിക്ക് കാണാം. ആരാ എഴുന്നേറ്റ് പോയത്? എന്നാ പറയും, എന്തോ നമുക്കെങ്ങനെ അറിയാം. ആരാണ്? ഇതെപ്പോ നടന്ന സംഭവമാണ്. ലൂക്കോസ് സുവിശേഷം 24-ാമത്തെ എപ്പോ നടന്ന സംഭവം ആയിരിക്കാം. ഉയർത്തെഴുന്നേറ്റ ശേഷം നടന്ന സംഭവമാണ്. ആ സംഭവത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? ഉയർപ്പിന് ശേഷം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് യാത്ര ചെയ്തു. മനസ്സിലായി? എവിടെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ എവിടെയും കേട്ടിട്ടുള്ള വെച്ചാൽ എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഈസ്റ്റർ കഴിഞ്ഞ 2-3 ആഴ്ചയൊക്കെ ദൈവാലയത്തിൽ പ്രസംഗിക്കുന്ന വേദഭാഗമാണ്. ഉയർപ്പ് കഴിഞ്ഞു യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞ് ആശീർവദിച്ച് യേശുക്രിസ്തു വീണ്ടും പോയി. കുറച്ചു ദിവസം കഴിയപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ ചില കശപിശ ഉണ്ടാകുകയാണ്. ഇനി ഞങ്ങളുടെ അടുക്കൽ ആരാണ് നേതാവ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ കശപിശ ഉണ്ടാകുകയാണ്. അത് 2 ശിഷ്യന്മാർ പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഇനി നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് കഴിയത്തില്ല, ഞങ്ങളിതാ പോകുന്നത് എമ്മൗസിലേക്ക്. എവിടെ നിന്ന് എവിടേക്കാ പോയത്? യെരുശലേമിൽ നിന്നും എമ്മൗസ്. യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോവുകയാണ്. യെരുശലേമിന്റെ അർത്ഥം എന്താണെന്നറിയോ? യെരുശലേമിനൊരു പ്രാധാന്യമുണ്ട്. എന്താണെന്നറിയോ? വിശുദ്ധ നഗരം എന്ന് വിളിക്കപ്പെടുന്ന ഒരു നഗരമാണ് യെരുശലേം. വിശുദ്ധ നഗരം. ഇസ്രായേലിയർ എല്ലാവരും യെരുശലേമിനെ നോക്കി പ്രാർത്ഥിക്കുക. എവിടെയായിരുന്നാലും യെരുശലേമിനെ നോക്കിയാണ് അവർ പ്രാർത്ഥിക്കുക. ദാനിയേല് പ്രാർത്ഥിച്ചു, കിളിവാതിൽ തുറന്ന് യെരുശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തെ പ്രാർത്ഥിക്കുവാനായിട്ട് വേർതിരിച്ച ഒരു വിശുദ്ധ പട്ടണമാണ് യെരുശലേം. ഇവിടെ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് യാത്ര ചെയ്യുക. എമ്മൗസിനെ പറയുന്നത് ശാപത്തിന്റെ നാട് എന്നാണ് പറയുന്നത്. സമൃദ്ധിയുടെ നാട്, ആപത്തിന്റെ നാട് എന്നൊക്കെയാണ് എമ്മൗസിനെ പറയുന്നത്. യെരിഹോവിനെ പറയുന്നത് തന്നെയാണ് സമൃദ്ധിയുടെ നാട്, ശാപത്തിന്റെ നാട് എന്നൊക്കെ യെരിഹോവിനെ കുറിച്ച് പറയുന്നത്. യെരിഹോവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നാം കേട്ടു. യെരിഹോവിനെ ദൈവം ശപിച്ചു മാറ്റി നിർത്തിയ ഒരു പട്ടണമാണ്. ശാപാദ്യ അർപ്പിതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പട്ടണമാണ് യെരിഹോ പട്ടണം. ഇവിടെ എമ്മൗസിലേക്ക് യെരുശലേമിൽ നിന്നും 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുക. പ്രത്യേകത എന്ന് പറയുന്നത്, ആ 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുവാനായിട്ട് എടുക്കുന്നത് വിശുദ്ധ നഗരത്തിൽ നിന്നാണ്, വിശുദ്ധ പട്ടണത്തിൽ നിന്നാണ്, വിശുദ്ധ ആലയത്തിൽ നിന്നാണ്. ആലയ സ്ഥാപിതം, ദൈവത്തിന്റെ ആലയ സ്ഥാപിതമായ യെരുശലേം പട്ടണം, യെരുശലേം നഗരം വിട്ട് എമ്മൗസിലേക്ക് സമൃദ്ധി അന്വേഷിച്ച്, തൊഴിലന്വേഷിച്ച്, ജീവിതം അന്വേഷിച്ച് അവർ യാത്ര ചെയ്യുന്നു. കൂടെ ആരുണ്ട്? എല്ലാ സംശയമാണ്. യേശു ഉണ്ട്. ഉയർപ്പ് കഴിഞ്ഞ ദിവസം, അപ്പൊ യേശു കൂടെ ഉണ്ട്. പക്ഷെ ഈ 2 പേർക്കും കാണാനായിട്ട് കഴിയത്തില്ല. കൂടെ നടക്കുന്നത് യേശു ആണെന്ന് കാണാൻ കഴിയുന്നില്ല. അവർ വളരെയധികം വിഷമത്തോടുകൂടി യാത്ര ചെയ്യുന്നു. ചേർന്നിടുന്ന മനുഷ്യൻ ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് വിഷമം? അവർ പറയുകയാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു, ചിലർ അവനെ പിടിച്ചു കൊന്നു, അവൻ മരണപ്പെട്ട് കല്ലറയിൽ വെച്ചു, അവനെ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്കിപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ്, ഞങ്ങൾ എമ്മൗസിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവനോടുകൂടെ സംവാദിച്ച് യാത്ര ചെയ്യുമ്പോൾ ചേർന്ന് നടന്ന മനുഷ്യൻ അവരെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ, അവരെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിൽ അവരോടുകൂടെ സംസാരിച്ച് ഒന്ന് യാത്ര ചെയ്യുകയാണ്. രാത്രിയായി. യാത്രാമധ്യേ ഈ 2 പേര് വിശ്രമിക്കുവാൻ പോകുമ്പോൾ ചേർന്ന് നടന്ന മനുഷ്യൻ മുന്നോട്ട് നടക്കുവാനായിട്ട് ഒരുങ്ങുന്നു. ചേർന്ന് നടക്കുന്ന മനുഷ്യനെ വിളിച്ച് തങ്ങളോടുകൂടെ പാർക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നു. 3 പേരും ഒരു കൂടാരത്തിൽ പോയി പാർക്കുവാനായിട്ട് ഒരുങ്ങുന്നു. രാത്രി സമയം, ഭക്ഷണം കഴിക്കാനുള്ള സമയം. ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചപ്പോൾ കർത്താവ് 3-ാമത്തെ മനുഷ്യൻ അതിനെ വാഴ്ത്തി കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് ഈ 2 പേർക്ക് മനസ്സിലായത്, പകല് മുഴുവനും നമ്മോടൊപ്പം യാത്ര ചെയ്തവൻ നമ്മുടെ ഗുരുവായിരുന്നു, നമ്മുടെ റബി ആയിരുന്നു.
അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്, ഞങ്ങൾ വിശുദ്ധ നഗരം വിട്ട്, വിശുദ്ധാലയം വിട്ട്, വിശുദ്ധ കൂട്ടായ്മ വിട്ട് പാപത്തിന്റെ കൂട്ടായ്മയിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇനി അങ്ങോട്ടല്ല എന്റെ യാത്ര, മടങ്ങി പോകണം. ഞങ്ങൾ മടങ്ങി പോകേണ്ടവരാണ്. എവിടേക്കാ മടങ്ങി പോകേണ്ടത്? യെരൂശലേമിലേക്ക്, വിശുദ്ധ നഗരത്തിലേക്ക്. എനിക്ക് എന്റെ ദൈവം, എനിക്ക് എന്റെ ക്രിസ്തു എന്നെ ഭരമേൽപ്പിച്ച എന്റെ കടമകളിലേക്ക്, എന്റെ ദൗത്യത്തിലേക്ക് ഒന്ന് മടങ്ങി പോകേണ്ടതായിട്ടുണ്ട് എന്ന് രണ്ടുപേർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ പറയുന്നുണ്ട്. 34-ാമത്തെ വാക്യത്തിൽ അവർ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവർ ആ രാത്രിയിൽ അവർ നേരം ഉദിക്കട്ടെ എന്ന് ചിന്തിച്ചില്ല, അവർ പ്രഭാതമാകട്ടെ എന്ന് ചിന്തിച്ചില്ല. അവർ ആ രാത്രിയിൽ, ആ നാഴികയിൽ തന്നെ ക്രിസ്തുവിനെ കണ്ട അതേ നാഴികയിൽ തന്നെ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുക. അവർ മടങ്ങിപ്പോകുന്നു. മൂന്നാമത് എങ്ങനെ ഞാൻ മടങ്ങി വരണം? ദൈവിക കാര്യാദികളിൽ വ്യാപൃതരായി തീരുവാൻ തക്കവത് ഞാനൊന്ന് മടങ്ങി വരണം. ദൈവിക കാര്യാദികളിൽ വ്യാപൃതരായി തീരുവാനുള്ള ഒരു മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇവർ യെരൂശലേമിലേക്ക് വന്നത് അവിടെ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമല്ല. യെരൂശലേമിൽ എൻ്റെ ദൈവം അവർക്ക് കൊടുത്ത കടമ, ഉത്തരവാദിത്വം നിറവേറ്റുവാനത്രേ യെരൂശലേമിലേക്ക് വന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ മടങ്ങി വരേണ്ടവരാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, എൻ്റെ ദൈവം വാസം ചെയ്യുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൂടാരത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്. ഭക്തൻ പാടുന്നത് എങ്ങനെയാണ്? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്ന് ഞാൻ അലഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. അവസാനം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നോക്കി, എൻ്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ദൈവത്തെ അവിടെ കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഒന്ന് മടങ്ങി വരുവാനായിട്ട് എനിക്ക് കഴിയണം. എൻ്റെ ദൈവത്തിന്റെ കൂടാരത്തിലേക്ക്, എൻ്റെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക്, എൻ്റെ ദൈവം വാസസ്ഥലം ചെയ്യപ്പെടുന്ന ആ അനുഭവത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ട് കഴിയണം. ആ നാഴികയിൽ തന്നെ, ആ രാത്രി സമയം തന്നെ, ആ അർദ്ധരാത്രിയിൽ തന്നെ അവർ അവരുടെ യാത്ര അവസാനിപ്പിച്ചിട്ട് ക്രിസ്തുവിനെ കണ്ട മാത്രമേ അവർ മടങ്ങിപ്പോയി തന്റെ ശിഷ്യന്മാരുടെ കൂടാരത്തിലേക്ക്, ദൈവത്തിന്റെ വിശുദ്ധ നഗരത്തിലേക്ക് അവർ മടങ്ങിപ്പോയി എന്ന് ഇവിടെ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവിക കാര്യാദികളിൽ വ്യാപൃതരായി തീരുവാൻ ഒരു മടങ്ങി വരവ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. പിന്നത്തേതിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകുന്നു. യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ അധ്യായം. അവിടെ പത്രോസ് തൻ്റെ കൂട്ടാളികളോട് പറയുന്നു, ഇനി ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നു എൻ്റെ പഴയ തൊഴിലിലേക്ക്. പത്രോസിനെ വിളിച്ചത് മനുഷ്യനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പത്രോസ് യേശു ഇല്ല എന്നറിഞ്ഞപ്പോൾ, കൂടെ യേശു ഇല്ല എന്നറിഞ്ഞപ്പോൾ പത്രോസ് സ്വയം തീരുമാനമെടുക്കുന്നു. പത്രോസ് അവിടെ പറയുന്നു, ഞാൻ പോകുന്നു എൻ്റെ തൊഴിലിലേക്ക്. 21 യോഹന്നാൻ 21-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. നോക്കുക, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി പോവുകയാണ്. ഒരു പുതിയ അവസ്ഥയിലേക്ക് 3.5 വർഷത്തിന് മുമ്പേ തെരഞ്ഞെടുത്ത പത്രോസ് ആ പുതിയ അവസ്ഥ വിട്ട് വീണ്ടും പഴയതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്, തിരിഞ്ഞു പോവുകയാണ്. പലപ്പോൾ ഞാനും നിങ്ങൾ എങ്ങനെയാ? ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ സ്വാഭാവികമായി പറയും, ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ സമൃദ്ധമായി ജീവിച്ചോ, സന്തോഷിച്ചോ, ആനന്ദിച്ചോ, തിന്നോ, കുടിച്ചോ, ആനന്ദപരമായി ജീവിതം നയിച്ചോ ആയതുകൊണ്ട് ഞാനൊന്നും മടങ്ങിപ്പോകും. ഇവിടെ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നു മീൻ പിടിക്കുവാനായി. പടക് നഷ്ടപ്പെട്ട പടകിനെ അന്വേഷിച്ച് കണ്ടെത്തി മീൻ പിടിക്കുവാനായി എല്ലാവരുമായി പോകുന്നതായ പത്രോസ്, ആ പത്രോസിനോട് കൂടെ മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളും പോരുന്നു. ആ രാത്രിയിൽ അവർ മുഴുവനും അല്ലെങ്കിൽ തിരിഞ്ഞിട്ട് വേദപുസ്തകം പറയുന്നു, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ വിട്ട്
ക്രിസ്തുവിന്റെ സ്നേഹം വിട്ട്, ക്രിസ്തുവിന്റെ കൂട്ടായ്മ വിട്ട് നീ നിന്റെ ജീവിതത്തിന്റെ പഴയ അവസ്ഥയിലേക്ക് നിന്നെ വിട്ടുപേക്ഷിക്കുവാൻ തെരഞ്ഞെടുത്ത പഴയ അവസ്ഥയിലേക്ക് നീ ഒന്ന് മടങ്ങി പോകുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു, നിനക്കൊന്നും നേടുവാനായിട്ട് കഴിയത്തില്ല, നിനക്കൊന്നും പിടിപ്പാനായിട്ട് കഴിയത്തില്ല. ഇവിടെ പത്രോസും മറ്റു വരുന്ന 11 കൊട്ടാളികളും ചേർന്ന് മടങ്ങിപ്പോയി തൊഴിൽ ചെയ്യുവാനായിട്ട് മീൻ പിടിക്കുവാനായി വേദപുസ്തകം പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. 3.5 വർഷം മുൻപേ ഗന്നേസരത്ത് തടാകത്തിൽ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലായിരുന്ന പത്രോസ് ഇപ്പോഴും 3.5 വർഷത്തിന് ശേഷം അതേ തടാകത്തിന്റെ കരയിൽ അതേ അവസ്ഥയിൽ ഒന്നുമില്ലാത്തവനായി ശൂന്യകരത്തോടുകൂടി കടന്നു വന്നതായ അവസ്ഥയിൽ യേശു അവനെ നോക്കി ഉച്ചത്തിൽ ചോദിക്കുകയാണ്, മക്കളെ കൂട്ടുവാനായി എന്തേലും ഉണ്ടോ? മക്കളെ കൂട്ടുവാനായി എന്തേലും ഉണ്ടോ എന്ന് കർത്താവ് അവരെ നോക്കി ചോദിക്കുമ്പോൾ അവർ പറയുന്നു, 3.5 വർഷക്കാലം മുൻപ് പറഞ്ഞ ആ പത്രോസ് ഇവിടെ പറയുന്നു, ഇല്ല. നോക്കുക, എന്തേലും കിട്ടുമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്, എന്തേലും നേടാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. വലിയ പെരുത്ത മീൻകൂട്ടം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇവിടെ രാത്രി മുഴുവനും ഉറക്കമിളച്ച് അധ്വാനിച്ചിട്ട് വല വീശി ഒന്നും കിട്ടിയില്ല എന്ന തിരിച്ചറിവോടുകൂടി മടങ്ങി വന്ന് പടകുമായി നിരാശ ഭാരത്താൽ തടാകത്തിന്റെ കരയിൽ പ്രഭാത സമയം നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മക്കളെ എന്തേലും കൂട്ടുവാൻ എന്തേലും കിട്ടിയോ? അവിടെ പറയുന്നുണ്ട്, ഇല്ല. അപ്പോൾ ശിഷ്യന്മാർ കാണുന്നില്ല ഈ നിൽക്കുന്നവൻ ആര് എന്ന്, അവർക്കറിയാനായിട്ട് കഴിയുന്നില്ല. യേശു എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്നുണ്ട്, പടകിൻ്റെ വലത് ഭാഗത്ത് വല വീശുവൻ, അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന നന്മയുണ്ട്. 3.5 വർഷക്കാലം മുൻപ് പറഞ്ഞു, ആഴത്തിലേക്ക് ഇറങ്ങിപ്പോക, വല വീശുക, നിന്നെ കാത്തിരിക്കുന്ന നന്മയുണ്ട്. അതേ യേശു ഈ തടാകത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, പടകിന്റെ വലത് ഭാഗത്ത് വല വീശുക, അവിടെ കാത്തിരിക്കുന്ന ഒരു നന്മയുണ്ട്. വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പോഴാണ് പത്രോസ് തിരിച്ചറിയുന്നത്, തൻ്റെ മുൻപിൽ നിൽക്കുന്നത് തങ്ങളുടെ ഒരു ആണെന്നാണ്. ആ തിരിച്ചറിവോടുകൂടെ അവൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ മടങ്ങിപ്പോകേണ്ടവനാണ്, ഞാൻ ഇവിടം വിട്ട് മടങ്ങിപ്പോകേണ്ടവനാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ മടങ്ങിപ്പോകേണ്ടവനാണ്. എന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടവനല്ല, എന്റെ പഴയ അവസ്ഥയിലേക്ക് യാത്ര ചെയ്യേണ്ടവനല്ല. ഞാനും നിങ്ങൾ മടങ്ങിപ്പോകേണ്ടവനാണ്. അപ്പന്റെ കൂടാരത്തിലേക്ക്, അപ്പന്റെ സ്നേഹത്തിലേക്ക്, അപ്പന്റെ സൗഭാഗ്യത്തിലേക്ക് ഞാനും നിങ്ങൾ മടങ്ങിപ്പോകേണ്ടവനാണ്. ആ ഒരു മടങ്ങി യാത്ര എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായി ഒന്ന് തന്നെയാണ്. എന്തിനു വേണ്ടി മടങ്ങിപ്പോകണം? ദൈവിക കാര്യാദികളിൽ ഒന്ന് വ്യാപൃതരായി തീരുവാനായി ഒന്ന് മടങ്ങിപ്പോകേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് രാത്രിയിൽ എന്നോട് നിങ്ങളോടുകൂടെ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? മടങ്ങിപ്പോക, മടങ്ങിപ്പോക. ഞാൻ നിങ്ങളും എങ്ങനെയൊക്കെ മടങ്ങിപ്പോവുകയാണ്? മൂന്നാമതും അവസാനമായി ചിന്തിക്കേണ്ടായി, ദൈവികമായ കാര്യാദികളിൽ വ്യാപൃതരായി പ്രവർത്തിപ്പാനായിട്ടുള്ള ഒരു മടങ്ങിപ്പോക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവിക കാര്യാദികളിൽ, ഭൗതിക കാര്യാദികളിലല്ല, സുഖത്തിലും സന്തോഷത്തിലേക്കുമല്ല, കുടുംബത്തിലേക്കല്ല, ദൈവിക കാര്യാദികളിൽ വ്യാപൃതരായി പ്രവർത്തിക്കുവാൻ, ദൈവിക കാര്യാദികൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, ദൈവിക കാര്യാദികൾക്ക് വേണ്ടി പ്രയത്നിക്കുവാനുള്ള ഒരു മടങ്ങിപ്പോക്ക് എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യകത തന്നെയാണ്. ഞാനിവിടെ നിർത്തുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെ മടങ്ങിപ്പോകണം? മുറിയനായ പുത്രൻ മടങ്ങിപ്പോയി അനുതാപ ഹൃദയത്തോടുകൂടെ. ഒരു അനുതാപ ഹൃദയം ഉണ്ടാകണം. ഞാൻ ചെയ്യുന്ന തെറ്റുമാണ് എന്ന ബോധ്യം. എൻ്റെ അപ്പൻ്റെ സ്നേഹ കൂട്ടായ്മയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയവനാണ്. ഇനി ഞാൻ അപ്പൻ്റെ അടുക്കിലേക്ക് പോയി അവൻ്റെ കാൽപാദത്തിൽ ചേർന്നിരിക്കേണ്ടവനാണ് എന്ന അനുതാപ ഹൃദയത്തോടുകൂടെയുള്ള ഒരു മടങ്ങിപ്പോക്ക് എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായി, എൻ്റെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകണം. മൂന്നാമതായി, ദൈവികമായ കാര്യാദികളിൽ വ്യാപൃതമാകപ്പെടുന്ന ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകണം. നമുക്ക് മടങ്ങി വരാം വചനത്തിലേക്ക്.
നമുക്ക് മടങ്ങി വരാം ദൈവസന്നിധിയിലേക്ക്, നമുക്ക് മടങ്ങി വരാം ദൈവികമായ ശുശ്രൂഷയിലേക്ക്, നമുക്ക് മടങ്ങി വരാം എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്. വിട്ടുപോകുവാനായിട്ടല്ല. ഞാൻ ജനിച്ചു വളർന്ന് എന്നെ വളർത്തിയ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ടല്ല. ഇന്നത്തെ സഭാജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പശ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പശ, വിട്ടുപോകുന്ന അവസ്ഥ. ഇവിടെ നിന്ന് മറ്റൊരു കൂടാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ലത് എന്ന അവസ്ഥ ചിന്തിക്കുന്നുണ്ട്, ഇതിനേക്കാളും സന്തോഷമെന്ന് ചിന്തിക്കുന്നുണ്ട്, ഇതിനേക്കാളും നല്ല തൊഴിൽ കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ട്, ഇതിനേക്കാളും നല്ല വിദ്യാഭ്യാസം കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നീ മനസ്സിലാക്കണം, നീ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ സ്നേഹം വിട്ട് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ, നിന്റെ വിശപ്പിന് ഒരാഹാരം ലഭിക്കാതെ നീ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. നിന്റെ ദാഹത്തിന് ലഭിക്കാത്ത കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. മുടിയനായ പുത്രനെ പോലെ വേദനിക്കുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിലുണ്ടാകും. ഓടിപ്പോകുവാനായിട്ടില്ല, നിൽക്കുന്ന ഇടത്ത് അത് കഷ്ടതയാകാം, അത് വേദനയാകാം, അത് ദുഃഖമാകാം, നഷ്ടമാകാം, തൊഴിലില്ലാത്ത അവസ്ഥയാകും. നിൽക്കുന്ന ഇടത്ത് സ്ഥിരതയോടുകൂടെ നിൽക്കുവാൻ കഴിയണം. മാർട്ടിൻ ലൂതർ പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ്? ഹിയർ ഐ സ്റ്റാൻഡ്, ഹിയർ ഐ സ്റ്റാൻഡ്, ഞാൻ ഇവിടെ നിൽക്കും. മാർട്ടിൻ ലൂതറെ പീഡിപ്പിച്ച് 95 തർക്കസിദ്ധാന്തത്തെ എന്ന് മാറ്റിവെക്കണം, അതിനെ പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാർട്ടിൻ ലൂതർ, നമ്മുടെ സഭ സൃഷ്ടിച്ച മാർട്ടിൻ ലൂതർ പറയുന്നു, യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് സഭയെ പഠിപ്പിച്ച മാർട്ടിൻ ലൂതർ പറയണ്ടേ, ഹിയർ ഐ സ്റ്റാൻഡ്, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കും, ഞാൻ വ്യതിചലിക്കത്തില്ല. പ്രിയമുള്ളവരെ, കൂടുവിട്ട് കൂടുകളിലേക്ക് ചേക്കേറുവാനല്ല, ഇന്ന് കൂടുവിട്ട് കൂടുകളിലേക്ക് ഓടിപ്പോകുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. ചില ഭൗതികമായ നേട്ടങ്ങൾക്ക്, ചില ഭൗതികമായ ആവശ്യങ്ങൾക്ക്. ചിലപ്പോൾ സഭ വിട്ട് മറ്റു സഭയിലേക്ക് ഓടുമ്പോൾ നാം ചിന്തിക്കുന്നില്ല, അവിടെ ഇതിനേക്കാളും കഷ്ടതയാണ്. ഈ നിൽക്കുന്ന ഇടത്തുനിന്ന് വീണ്ടും ആഴക്കടലിലേക്കാണ് ഞാൻ ഓടുന്നത് എന്ന് മനസ്സിലാക്കത്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഓടുവാനായിട്ടല്ല, ഞാൻ നിൽക്കുന്ന എൻ്റെ അപ്പന്റെ കൂടാരത്തിൽ, ഞാൻ നിൽക്കുന്ന എൻ്റെ അപ്പന്റെ ഭവനത്തിൽ നിൽക്കുവാനായിട്ട് നീ കഴിയണം. അല്ല എങ്കിൽ സംഭവിക്കുന്നത് ഇവിടെ വായിച്ചു കേട്ടതുപോലെ മുടിയനായ പുത്രന്റെ ജീവിതം അവസ്ഥയാകാം ഉണ്ടാകുന്നത്. നഷ്ടം. കൂടെ നടക്കാനായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാകും, കൂടെ സ്നേഹിക്കാനായിട്ട് സുഹൃത്ത് വലയങ്ങളുണ്ടാകും, കൂടെ ചേർത്ത് നിൽക്കുവാനായിട്ട് സുഹൃത്ത് വലയങ്ങളുണ്ടാകും. മുടിയനായ പുത്രന്റെ ചരിത്രത്തിൽ അതാ കാണുവാൻ കഴിയുന്നത്. കൂടെ നിൽക്കാൻ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കാരണം ഈ മനുഷ്യന്റെ കയ്യിൽ പണമുണ്ട്, ഈ മനുഷ്യന്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഈ മനുഷ്യന്റെ കയ്യിൽ എല്ലാ സുഖവും സൗഭാഗ്യമുണ്ട്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്നും കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചവർ ഇപ്പോൾ കൂടെയില്ല, ഒറ്റയ്ക്കായി. ഭക്ഷണമില്ല, ദാഹജലമില്ല, കിടപ്പാനായി ഇടമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. ആ മനുഷ്യൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് പോകേണ്ടതാണ്. ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കൽ ആയിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എപ്പോഴാ ചിന്തിക്കുന്നത്? കൂടുവിട്ട് കൂടുകളിലേക്ക് ചേക്കേറിയപ്പോൾ, കൂടുവിട്ട് കൂടുകളിലേക്ക് ചേക്കേറിയപ്പോൾ, ദേശം വിട്ട് ദേശത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ, ഭവനം വിട്ട് ഭവനത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ്, ഇവിടെ അല്ല സന്തോഷം, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ. ഇന്നലെ ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്, ഏത് ഭവനത്തിലാണോ ഇന്നലെ വരെ ഞാൻ ജീവിച്ചത്, അവിടെയാണ് യഥാർത്ഥ സന്തോഷം, അവിടെയാണ് യഥാർത്ഥ സ്നേഹം, അവിടെയാണ് യഥാർത്ഥ കൂട്ടായ്മ. അവിടെ എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, അവിടെ എന്നെ ആരോട് ചേർത്തണയ്ക്കുന്ന ഒരു അപ്പനുണ്ട്. ദുർഗന്ധം വഹിച്ചു വന്നപ്പോഴും കെട്ടിപ്പിടിച്ച ഒരു അപ്പനുണ്ട്. ജീർണിച്ച ശരീരത്തോടുകൂടെ വന്നപ്പോൾ കെട്ടിപ്പിടിച്ച ആരോട് ചേർത്തണച്ചൊരു അപ്പനുണ്ട്. തിരിച്ചറിയുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോൾ. പ്രിയമുള്ളവരെ, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടല്ല കർത്താവ് ആഗ്രഹിക്കുക. കർത്താവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിൽക്കുന്ന ഇടത്ത് സ്ഥിരതയോടുകൂടെ പ്രവർത്തിപ്പാനായിട്ട് നീ കഴിയണം. അങ്ങനെ നീ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് മടങ്ങി വരയണം. എവിടേക്ക്? എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്. എങ്ങനെ മടങ്ങി വരയണം? മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു. മുടിയനെ പുത്രൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പ, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പ ഞാൻ നിന്നോട്. ഇതെപ്പോഴാ പറയുന്നത് ശ്രദ്ധിക്കണം. ഇത് പറയുന്നത് അപ്പൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാ, അപ്പൻ വന്ന് ആശ്ലേഷിച്ചപ്പോഴാ, അപ്പൻ വന്ന് ചുംബിച്ചപ്പോഴാ,
അവൻ പറയുന്നത്, അപ്പ ഞാൻ നിന്നോടും എന്റെ ദൈവത്തോടും സ്വർഗത്തോടും പാപം ചെയ്തു. വീണ്ടും പറയുന്നു, നിന്റെ മകനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ മകനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമേ. പ്രിയമുള്ളവരെ, അപ്പൻ അവന് വേണ്ടി വലിയൊരു വിരുന്നുണ്ടാക്കുകയാണ്. തട്ടിപ്പിച്ച കാളക്കുട്ടിയെ അർപ്പിച്ചു, അവന്റെ കൈക്ക് മോതിരമിട്ടു, അവന്റെ കാലിന് പുതിയ ചെരുപ്പ് കൊടുത്തു, അവന് പുതിയ വസ്ത്രം, അവന്റെ ജീർണിച്ച ശരീരത്തിലെ വസ്ത്രം ഒന്നൊന്നായി അഴിച്ചു മാറ്റി പുതിയ രാജകീയ വസ്ത്രം അവനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ കിരീടം വെച്ചു. നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വന്നു എന്ന് സുഹൃത്തുക്കളോടും ബന്ധുജനങ്ങളോടും കൂടെ വിളിച്ചറിയിച്ചു. തീർന്നില്ല, പറഞ്ഞു, എന്നോടൊപ്പം ആനന്ദിക്ക്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കാരണം എന്റെ മകൻ മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്റെ അപ്പന്റെ കൂടാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സന്തോഷിക്കുന്നത് ഭൗതികമായ കൂട്ടായ്മകളല്ല, എന്റെ ദൈവത്തിന്റെ ദൂതന്മാരാണ്. എന്റെ ദൈവത്തിന്റെ വലതുപിടത്തു നിൽക്കുന്ന, എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ട് നിൽക്കുന്ന എന്റെ വിശുദ്ധന്മാരാണ് എനിക്ക് വേണ്ടി സന്തോഷിക്കുന്നത്. സ്വർഗം സന്തോഷിക്കും, ലോകം പരിഹസിക്കും. ആലയം വിട്ട് ആലയത്തിലേക്ക് ചേക്കേറി മടങ്ങി വരുമ്പോൾ കൂടെ നിൽക്കുന്ന സഹവിശ്വാസികൾ പരിഹസിക്കും. പക്ഷേ മടങ്ങി വരുമ്പോൾ എന്നെ ആശ്ലേഷിക്കുന്ന സഹവിശ്വാസികളല്ല, പുരോഹിതന്മാരല്ല, സ്നേഹിതന്മാരല്ല. എന്നെ ആശ്ലേഷിക്കുന്നത് എന്റെ അപ്പനാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ ലോകത്തെ സൃഷ്ടിച്ച, എനിക്ക് സമാധാനം സന്തോഷം നൽകിയ എന്റെ അപ്പനാണ് എന്നെ ആശ്ലേഷിക്കുന്നത്. മാത്രമല്ല, എന്റെ അപ്പൻ പറയും, സ്നേഹിതന്മാരെ, എന്റെ അപ്പൻ പറയും, ദൂതന്മാരെ, നിങ്ങൾ സന്തോഷിപ്പൻ. നഷ്ടപ്പെട്ടു പോയവൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അനുതാപ ഹൃദയത്തോടുകൂടെ, അനുതപിക്കുന്ന ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് മടങ്ങി വരാം. ബലഹീനതകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് മടങ്ങി വരാം. കർത്താവേ, ഞാൻ വിക്കുള്ളവനാണ്, തടിച്ച നാവുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്, വാക് സാമർഥ്യമില്ലാത്തവനാണ്, ഞാൻ ബാലനാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് മടങ്ങി വരാം. ദൈവം എന്നെ ചേർത്തുകൊള്ളാം. നമുക്ക് വീണ്ടും മടങ്ങി വരാം. ദൈവീക കാര്യാദികളിൽ വ്യാപൃതരായി തീരുവാൻ, ദൈവിക കാര്യാദികളിൽ പ്രവർത്തിപ്പാൻ തക്കവിധം നമുക്കൊന്ന് മടങ്ങി വരാം. ദൈവസ്ഥനത്തിലേക്ക് മടങ്ങി വരാം. അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ ഒന്ന് മടങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ഒന്ന് മടങ്ങി വരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. എങ്ങനെ പരാജയം സംഭവിച്ച് എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ അപ്പൻ്റെ കൂടാരത്തിൽ ഞാൻ മടങ്ങി വരണം. അവിടെ പരാജയമല്ല, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിൽ നഷ്ടങ്ങളല്ല, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിൽ വേദനകളല്ല, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളല്ല. എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് സന്തോഷം, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് സ്നേഹം, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് ശുശ്രൂഷയുടെ ഐക്യം, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് സമൃദ്ധമായ ആഹാരം, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് നല്ല ജീവന്റെ ജലം, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് സ്നേഹം, വാത്സല്യം, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് ഐക്യത, എൻ്റെ അപ്പൻ്റെ കൂടാരത്തിലുണ്ട് സമാധാനം. ഇതൊക്കെ പറയുന്നത് ഞാനല്ല, ദൈവത്തിൻ്റെ വചനം. വിശ്വസിക്കാം, മടങ്ങി വരാം, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് യാത്ര ചെയ്യുവാനായി. ദാവീദ് കർത്താവിനോട് കൂടെ ചോദിച്ചു, കർത്താവേ, ആയി പട്ടണത്തിൽ പോയ ഞങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു? അപ്പോഴാണ് ദാവീദ് തിരിച്ചറിയുന്നത്, ഞാൻ മടങ്ങി വരേണ്ടവനാണ്. ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുവാൻ, ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതിന് മടങ്ങി വരേണ്ടവനാണെന്ന് അപ്പോഴും പരാജയം സംഭവിച്ചപ്പോഴാണ് ദാവീദ് തിരിച്ചറിയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പരാജയം ഉണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്നും വീണ്ടും പരാജയത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ടല്ല, ആ പരാജയത്തിൽ നിന്നും എൻ്റെ അപ്പൻ്റെ അടുക്കലുള്ള സ്നേഹത്തിലേക്ക്, വിജയത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ കഴിയണം. ആ മടങ്ങി വരവ് അനുതാപ ഹൃദയത്തോടുകൂടി ആയിരിക്കണം. ആ മടങ്ങി വരവ് ബലഹീനതകളെ ഏറ്റുപറയുന്നതോടൊപ്പമായിരിക്കണം. ആ മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശുശ്രൂഷ കാര്യങ്ങളിൽ വ്യാപൃതമാകുന്ന പ്രവൃത്തികളോടുകൂടി ആയിരിക്കണം. മടങ്ങി വരാം, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണങ്ങാം. കർത്താവേ, ഞാനൊന്ന് മടങ്ങി വരട്ടെ.
കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. മടങ്ങി വരുവാനായി നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് ഈ വചനത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നീ ഇന്ന് രാത്രി മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നീ പ്രാർത്ഥിക്ക്. അനുതാപ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്ക്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നീ മടങ്ങി വരുമ്പോൾ നിന്നെ തള്ളിക്കളയച്ചില്ല. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ വീണ്ടും പുറത്താക്കിയില്ല. അവനെ ആശ്ലേഷിച്ച് അവനെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി. പ്രിയ ദൈവമക്കളെ, നീ മടങ്ങി വരുമ്പോൾ നിന്നെ സ്വീകരിപ്പാൻ രണ്ട് കൈയും നീട്ടി നിൽക്കുന്ന ദൈവമാണ് എന്നെ സൃഷ്ടിച്ചവൻ. നീ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുമ്പോൾ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് എന്നെ മാറോട് ചേർത്തണയ്ക്കുന്നവനാണ് എൻ്റെ ദൈവം. ശിഷ്യന്മാർ യെരൂശലേം വിട്ട് എമ്മൗസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരെ മാറ്റി നിർത്താത്ത ക്രിസ്തു അവൻ്റെ കണ്ണു തുറപ്പിച്ച് അവർ വീണ്ടും യെരൂശലേമിലേക്ക് അയച്ച ക്രിസ്തു അവരെ കൈവിട്ടില്ല. മടങ്ങി വരുവാൻ തക്കവിധം അവരോടൊപ്പം ചേർന്ന് നടന്ന് ന്യായപ്രമാണങ്ങളെ പഠിപ്പിച്ചു, സുവിശേഷങ്ങളെ പഠിപ്പിച്ചു, ദൈവത്തിന് വൻ കാര്യങ്ങളെ വെളിപ്പെടുത്തി അവർ ദൈവത്തിന്റെ ഇടയിലേക്ക് മടങ്ങി വന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ നാഴികയിൽ തന്നെ അവർ മടങ്ങിപ്പോയി യെരൂശലേമിലേക്ക്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയ മക്കളെ, നീ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോകേണ്ടവനാണ്. ആ നാഴികയിൽ നീ ദൈവത്തെ അനുഭവിച്ച നാഴികയിൽ, നീ ദൈവത്തെ കണ്ണു തുറന്ന് കണ്ട നാഴികയിൽ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കേണ്ടവനാണ്. നമുക്ക് മടങ്ങിപ്പോകാം എൻ്റെ ദൈവത്തിന്റെ കൂടാരത്തിലേക്ക്. എൻ്റെ ദൈവത്തിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോകാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ കണ്ണ് തുറപ്പിച്ച് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുക, നിന്റെ വിശുദ്ധ സന്നിധിയിലേക്ക് മടങ്ങി വരുക, നിന്റെ യെരൂശലേമിലേക്ക് മടങ്ങി വരുക. എന്നെ അവിടെ നിന്ന് മടക്കി വരുത്തേണമേ. പ്രാർത്ഥിക്കാം അനുതാപ ഹൃദയത്തോട്. 3.5 വർഷക്കാലം മുൻപേ അധ്വാനിച്ച കടപ്പുറത്തേക്ക് തീരത്തേക്ക് കടന്നുപോയ പത്രോസിനെ കർത്താവ് ഉപേക്ഷിച്ചില്ല. അവർ മടങ്ങിപ്പോയെങ്കിൽ, അവർ തിരിച്ചു നടന്നപ്പോൾ, അവർ പഴയ അവസ്ഥയിലേക്ക് യാത്ര ചെയ്തപ്പോൾ കർത്താവ് അവരെ അന്വേഷിച്ച് ആ കടലിന്റെ അടുക്കിലേക്ക് കടന്നുപോയി ചോദിച്ചു, കുഞ്ഞുങ്ങളെ, ഈ രാത്രി നിങ്ങൾ പഴയതിലേക്ക് കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് എന്തേലും കിട്ടിയോ? ഈ രാത്രി ചോദിക്കുന്നു, നിനക്ക് എന്തേലും കിട്ടിയോ? നീ പഴയതിലേക്ക് യാത്ര ചെയ്തു, നീ പഴയതിലേക്കാണ് പോകുന്നത്. നിനക്ക് എന്തേലും കിട്ടിയോ? നിനക്ക് എന്തേലും കിട്ടിയോ? മക്കളെ, മകനെ, മകളെ, നിനക്ക് എന്തേലും കിട്ടിയോ? നീ ഇതെല്ലാം വിട്ടുപേക്ഷിച്ച്, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ ലാഭത്തിൽ നിന്ന് ഇതൊക്കെ വിട്ടുപേക്ഷിച്ച് നീ പഴയ അവസ്ഥയിലേക്ക് യാത്ര ചെയ്തു. കർത്താവ് നിന്നെ അന്വേഷിച്ച് കടന്നു വന്ന് നിന്നോട് ഈ രാത്രി ചോദിക്കുന്നു, മകനെ, മകളെ, നിനക്ക് എന്തേലും കിട്ടിയോ? അവിടെ പത്രോസ് പറഞ്ഞു, ഇല്ല. ഇന്നെനിക്ക് പറയുവാൻ കഴിയുന്നത് ഇല്ല എന്നത് തന്നെയാണ്. ഞാൻ ലൗകികമായ കാര്യാദികളുടെ പിന്നാലെ ഓടി, സമ്പത്തിന് പിന്നാലെ ഓടി, നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടി, പരാജയം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് തിരിച്ചറിയാതെ ഞാൻ ഇന്നും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പിന്നാലെ എന്നെ അന്വേഷിച്ചു വരുന്ന ക്രിസ്തു ഈ രാത്രി ദൈവമക്കളെ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് എന്തേലും കിട്ടിയോ? ഞാൻ പറയുന്നു, കർത്താവേ, ഒന്നും കിട്ടിയില്ല കർത്താവേ. കർത്താവ് ചോദിക്കുന്നു, നിനക്ക് എന്തേലും കിട്ടിയോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പത്രോസിനോട് കൂടെ ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുകയുണ്ട, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നിൽ പ്രിയമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് പറയണ്ട്, എന്നാൽ നീ ഇവിടം വിട്ട് മടങ്ങിപ്പോയി എൻ്റെ ആടുകളെ മേയ്ക്കുക. നീ ഇവിടം വിട്ട് മടങ്ങിപ്പോയി എൻ്റെ ആടുകളെ മേയ്ക്കുക. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിന്നോട് ദൈവം ഈ രാത്രി ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നാവ് കൊണ്ട് പറയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹൃദയം തുറന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ?
ഹൃദയം തുറന്ന് നീ ഈ രാത്രി തന്നെ പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസിനെ പോലെ പറയാൻ കഴിയണം, എനിക്ക് നിന്നിൽ പ്രിയമുണ്ട്, എനിക്ക് നിന്നെ സ്നേഹമുണ്ട്, എനിക്ക് നിന്നെ വാത്സല്യമുണ്ട്. കർത്താവ് നിന്റെ ഹൃദയം കണ്ട് നിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് പറയാ, നീ മടങ്ങിപ്പോ എന്റെ ആടുകളെ മേയ്ക്കുവാൻ, എന്റെ ആടുകളെ മേയ്ക്കുവാൻ, എന്റെ ശുശ്രൂഷ കാര്യാദികളെ വ്യാപൃതരായിരുന്ന് പ്രവർത്തിപ്പാനായി നീ ഒന്ന് മടങ്ങിപ്പോ. എന്നെ കേൾക്കുന്നവരെ, ഈ രാത്രിയെ ദൈവം പറയേണ്ട, നീ ഒന്ന് മടങ്ങിപ്പോക. എന്റെ അപ്പന്റെ അടുക്കലേക്ക്, എന്റെ അപ്പന്റെ കൂടാരത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോക. അവിടെ കുഞ്ഞാടുകളുണ്ട്, എന്റെ ആടുകളുണ്ട്, അവരെ ഒന്ന് മേയ്ക്കുക. മടങ്ങിപ്പോകേണ്ടത് അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. അതെങ്ങനെ മടങ്ങിപ്പോകണം? എൻ്റെ ബലഹീനതകൾ ഏറ്റുപറഞ്ഞുകൊണ്ടാക്കണം, എൻ്റെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകുന്ന അവസ്ഥയിലാക്കണം, എൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞിട്ടാകണം. ദൈവജനമേ, നമുക്കൊന്ന് മടങ്ങിപ്പോകാം, നമുക്കൊന്ന് ചില ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിട്ടേച്ച് കടന്നുപോയവനാണ്, ഭൗതികതയിലേക്ക് ഓടിപ്പോയവനാണ്, സ്വാർത്ഥമായി ഓടിപ്പോയവനാണ്, നിന്റെ കൂടാരം വിട്ട് ഞാൻ കൂടാരങ്ങളിലേക്ക് ഓടിപ്പോയവനാണ്. ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, നിന്റെ ദാസന്മാർ ഒരുത്തനാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കാം, എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. എൻ്റെ അപ്പൻ, എന്നെ സൃഷ്ടിച്ച എൻ്റെ അപ്പൻ നിന്നെ തള്ളിക്കളയില്ല, നിന്നെ സ്നേഹിക്കും, നിന്നെ മാറോട് ചേർത്തണയ്ക്കും. നിനക്ക് ആവശ്യമായതൊക്കെയും നിന്റെ ശരീരത്തിന് ദൈവം നൽകും. നിന്റെ കൈക്ക് കർത്താവ് മോതിരമിട്ട് നീ മടങ്ങി വരുന്നുണ്ടെങ്കിൽ, നീ അനുതാപത്തോടുകൂടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ, നിന്റെ കാലിന് പുതിയ ചെരുപ്പ് കർത്താവ് അണിയിക്കും. നീ മടങ്ങി വരുന്നുണ്ടെങ്കിൽ നിന്റെ ചീറിച്ച വസ്ത്രം ഓരോന്നോരോന്നായി അഴിച്ചു മാറ്റി അവിടെ പുതിയ വസ്ത്രം, രാജകീയമായ വസ്ത്രം ക്രിസ്തു നിനക്കായി ധരിപ്പിക്കും. നിന്റെ തലയ്ക്ക് പൊൻകിരീടം കർത്താവ് വെക്കും. നീ അനുതാപത്തോടുകൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരു പുതിയ സൗഭാഗ്യം, പുതിയൊരു അവസ്ഥ കർത്താവ് നിനക്ക് നൽകും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട തിരുവചനത്താൽ കർത്താവേ, അവിടെ എന്നെ ആശീർവദിക്കണമേ. കർത്താവേ, അവിടെ നിന്ന് നടത്തുമാറാക്കണമേ. കർത്താവേ, അവിടെ നിന്ന് ബലപ്പെടുത്തുമാറാക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ കണ്ണുകൾ ഉയർത്താം. എന്റെ സഹായം, എന്റെ ബലം, എന്റെ ആരോഗ്യം, എന്റെ സങ്കേതം ആകാശത്തെയും ഭൂമിയെയും സകല ജീവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് വരുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കാൽവരി ക്രൂശിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ആ കാൽവരി ക്രൂശിലേക്ക് നിലവിളിക്കാം. പാപിയായ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ, കാൽവരി ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ നീ ഓർത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ അനുതാപത്തോടുകൂടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഹൃദയത്തിന്റെ എല്ലാ ചിന്തകളെയും, തെറ്റായ ചിന്തകളെയും വെച്ച് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ആഗ്രഹങ്ങളെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് സഫലമാക്കി തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, പ്രിയ ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ പോകുന്നു എന്ന വിശ്വാസത്തോടുകൂടെ ഈ രാത്രിയെ നിന്റെ ദൈവത്തെ നോക്കി നിലവിളിക്ക്. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. എൻ്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. നീ മടങ്ങി വരുന്നുണ്ടെങ്കിൽ, നിന്റെ അപ്പന്റെ ഭവനത്തിൽ, നിന്റെ അപ്പന്റെ കൂടാരത്തിൽ നീ ഒന്ന് മടങ്ങി വരുന്നുണ്ടെങ്കിൽ, നിന്നെ ദൈവം അനുഗ്രഹത്തിലേക്ക് നടത്തുക മാത്രമല്ല, നിന്നെ യോസേഫിനെ പോലെ രാജകീയ പദവി ഉയർത്തുന്നവനാണ് നിന്റെ ദൈവം. വിശ്വസിക്കാം, വിശ്വസിക്കാം. എൻ്റെ ദൈവം കൈവിടില്ല,
എൻ്റെ ദൈവം തള്ളിക്കളയില്ല, എൻ്റെ ദൈവം ഉപേക്ഷിക്കില്ല. പെറ്റ അമ്മ മറന്നാൽ മറക്കാത്തവനാണ് എൻ്റെ ദൈവം. എല്ലാവരും എന്നെ ഉപേക്ഷിക്കാം, എല്ലാവരും എന്നെ തള്ളിക്കളയാം, അവൻ ദൈവം നിന്നെ തള്ളിക്കളയില്ല. ദൈവം നിന്നെ തള്ളിക്കളയില്ല. ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. വിശ്വാസത്തോടുകൂടി ആ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിന്റെ കുടുംബത്തിലെ സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കഷ്ടതകൾക്ക് വേണ്ടി, കഷ്ടതയിൽ നിന്ന് നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ നിന്റെ കഷ്ടതകൾക്ക് പരിഹാരം കണ്ടെത്തിച്ചായിരിക്കാം നിന്നെ ദൈവം ഉയർത്തുക. ദാനിയേൽ സിംഹക്കൂട്ടിലേക്ക് വീഴുന്നത് കൊണ്ട് മാത്രമാണ് സിംഹത്തിന്റെ വായ് അടയപ്പെട്ടത്. സിംഹക്കൂട്ടിലേക്ക് വീഴുന്ന ദാവീദ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വായ് അടയപ്പെട്ട സിംഹങ്ങൾ ചുറ്റും കൂടി നിന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ, ഗർജിക്കുന്ന സിംഹം നിന്റെ ചുറ്റിലുമുണ്ടാകാം. എന്നാൽ നീ നിന്റെ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്റെ ചുറ്റിലും നിന്നെ പരിഹസിക്കുന്ന സിംഹങ്ങളുടെ വായ് അടയ്ക്കും. അമേ, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. എന്റെ ദൈവം എന്റെ ചുറ്റും നിൽക്കുന്ന സിംഹങ്ങളുടെ വായ് അടയ്ക്കുമെന്ന്, എല്ലാ പ്രതിസന്ധികളെ മാറ്റുമെന്ന്, എല്ലാ ജീവിതത്തിന് അനുകൂലമായി എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, അനുതാപത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഗായക സംഘം ഒരു ഗാനം ആലപിക്കും, ആ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര മതിയായവൻ, അവൻ എന്നും എന്നും മതിയായവൻ. വളരെ മനോഹരമായ ഗാനം ഇവിടെ ആലപിക്കുമ്പോൾ ഇന്നയോളം എന്നെ നടത്തിയൊരു ദൈവമുണ്ട്. ആ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാം, ആ ഗാനത്തിന്റെ അർത്ഥങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോകാം. അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ഇന്നയോളം എന്നെ അവൻ നടത്തി, ഇന്നയോളം എന്നെ അവൻ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ, എൻ്റെ യേശു എന്നും എന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം അവൻ ചുമന്നു, എന്നെ അവൻ ചുമലിലേറ്റുകൊണ്ട് നടന്നു, എനിക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. നമുക്കൊരുമിച്ച് ആലപിക്കാം വിശ്വാസത്തോടുകൂടെ. ദൈവസന്നദ്ധയിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന വിശ്വാസത്തോടുകൂടെ ഒരുമിച്ച് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നയോണം